യേശു ക്രിസ്തുവിന്റെ കൃപയാൽ നമ്മൾ രക്ഷപ്പെടും. കർത്താവിന്റെ കൃപയാൽ നമ്മൾ അത്ഭുതമായി തീരും. യേശു കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും കൽവരി ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിങ്ങൾ മ്യൂട്ട് മാറ്റണ്ട. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന കർത്താവിൻ്റെ ബഹുസമ്പന്നത അനുഭവിക്കും. എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനായി തീരും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നോട് ഏറ്റു പറഞ്ഞവർ മാത്രമേ ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങളെ പറയുമ്പോൾ മ്യൂട്ട് ചെയ്യാൻ പറയുന്നതിനെ കുറിച്ച് നമ്മൾ ഒരുമിച്ച് പറഞ്ഞാൽ ചിലപ്പം ക്ലിയർ ആകത്തുമില്ല, നെറ്റ്വർക്ക് നമുക്ക് കിട്ടാനും സാധ്യതയില്ല. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് അത് കാണാപ്പാടം നിങ്ങൾ പഠിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാപ്പാടം പഠിച്ചില്ലെങ്കിൽ കണ്ടുകൊണ്ട് നിങ്ങൾ പറയണം. വെറുതെ എന്നാൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് പറയുന്നത് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് വേണം പറയാൻ. അത് നമ്മുടെ ജീവിതത്തിൽ കാണും, നമ്മൾ വർദ്ധിച്ചു പെരുകും, നമ്മളൊരു അനുഗ്രഹമായി തീരും. നമ്മുടെ നന്മകൾ, ആരോഗ്യം, സമ്പത്ത്, സകല മേഖലയിലും ആത്മീയമായും ഭൗതികമായും ഞാൻ വർദ്ധിക്കും, ഞാൻ അനുഗ്രഹമായി തീരും. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ സ്വഭാവത്തെ പറ്റി കേട്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ സ്വഭാവത്തെ പറ്റി കേൾക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആദ്യം അറിയേണ്ടത് എൻ്റെ ദൈവം ആരെന്നാണ്. ദൈവം ആരെന്നറിയാതെ നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചാൽ ഒരത്ഭുതവും ഉണ്ടാകത്തില്ല, ഒരു തടസ്സവും മാറത്തില്ല. പക്ഷെ കർത്താവ് ആരെന്ന് തിരിച്ചറിഞ്ഞ് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമുക്ക് കാണുവാനും നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തികൾ അനുഭവിക്കുവാനും പരിശുദ്ധാത്മാവ് ഇടയാക്കി തീരും. നമ്മൾ ഇന്നലെ കേട്ട വചനം ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? കർത്താവിന്റെ വാഗ്ദാനങ്ങൾ കർത്താവ് നിവർത്തിച്ച് നമ്മളെ സാക്ഷികളാക്കി തീർക്കും. ആമേൻ. കർത്താവിൻ്റെ സാക്ഷികളാക്കി തീർക്കും അല്ലേ? ദൈവം ഒരു വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും. നമുക്കൊരു വാക്യം അല്ലെങ്കിൽ ഒരു ദൈവം ഒരു പ്രോമിസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു വാക്യം തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം അതിനെ അങ്ങോട്ട് കൊണ്ടുപോകും അല്ലേ? കർത്താവ് അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതോടെ ഞാൻ പറയുന്നു, കർത്താവ് നമ്മളെ അത്ഭുതം കാണിക്കും. നമുക്കറിയാം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ കർത്താവിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു വന്നത്? ഒന്നാമത്തെ നമ്മൾ ഓർക്കുന്നുണ്ടോ? വചനമല്ല, ദൈവത്തിന്റെ ഒന്ന് ദൈവം വാക്ക് മാറാത്തവൻ. രണ്ടാമത് നമ്മൾ കേട്ടത് അടുത്ത എന്തായിരുന്നു നമ്മൾ കേട്ടത്? സകലത്തിനും മതിയായവൻ. സകലത്തിലും മതിയായവൻ. നമ്മൾ ഇന്നലെ കേട്ടത് എന്നായിരുന്നു? ഇന്നലെ നമ്മൾ കേട്ടത് എന്തായിരുന്നു ഓർമ്മയുണ്ടോ? നമ്മളൊരു വാക്ക് കേട്ടാൽ അത് നിവർത്തിച്ച് കാണിക്കണം. നല്ലതും വിശാലമായ വാതിലുകളെ തുറക്കുന്നവൻ. നമുക്കൊരു അനുഗ്രഹം തന്നാൽ കർത്താവ് നമ്മളെ അതിലേക്ക് കൊണ്ടുപോകും. നമുക്ക് നല്ലതും ഏറ്റവും അനുഗ്രഹവും നമ്മളെ അതിലേക്ക്, അതായത് ആ വാക്തത്വം കാണിച്ചിട്ടേ ദൈവം. ഒരു വാക്ക് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തത്. അപ്പോൾ ദൈവം മറക്കത്തില്ല. ഞാനത് ഓർക്കുന്ന ദൈവം എന്നാണ് പറഞ്ഞത് അല്ലേ? ദൈവം ഓർക്കുന്ന ദൈവമാണ്, ദൈവം മറക്കത്തില്ല, ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. പ്രാർത്ഥനകളിൽ സ്ഥിരമായി പങ്കുചേരുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് കൂട്ടായ്മ ആചരിക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കും വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, കർത്താവ് നമ്മളെ ആകർഷിച്ചെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ കൂട്ടായ്മയിൽ നമുക്ക് ആകർഷിക്കാൻ പറ്റത്തുള്ളൂ. ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനിലേക്ക് വരത്തില്ല. ഇന്ന് ഈ വചന ശുശ്രൂഷ കേൾക്കുവാൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് വരാൻ കഴിയുന്നുണ്ടെങ്കിൽ, എനിക്കറിയാം ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ ഒഴിവാകത്തുള്ളൂ. പക്ഷെ നിങ്ങളുടെ അകത്തൊരു തീഷ്ണതയും ആഗ്രഹം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ദൈവം നിങ്ങളെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. ദൈവം നിങ്ങളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ വളർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഉറപ്പിച്ചു പറയാം, ഒരു വ്യക്തിക്ക് ആത്മീയമായിട്ട് അവന് വ്യത്യാസങ്ങൾ, അവന് പ്രാർത്ഥനയിലും വചനത്തിലും ഒരു ആഗ്രഹവും ഒരു തീഷ്ണതയും ഉണ്ടാകുന്നുണ്ടെങ്കിൽ
ഉറപ്പിച്ച് ഞാൻ പറയാം, കർത്താവ് ടാർഗറ്റ് ചെയ്യുന്നു. തെളിവ് ഞാൻ പറയാം. കാട്ടിക്കിടന്ന് കിന്നരം വായിച്ചുകൊണ്ടിരുന്ന ദാവീദിന്റെ മേൽ ദൈവം നോക്കി നോക്കി അവനെ അഭിഷേകം ചെയ്തിട്ട് ദൈവം വെറുതെ വിട്ടില്ല, വലിച്ചടിപ്പിക്കുക ദൈവം. മനസ്സിലാകുന്നുണ്ടോ? കർത്താവിന്റെ കൂട്ടായ്മ കൊടുത്ത് അതുവരെ ആടുകൾക്ക് വേണ്ടി കിന്നരം വായിച്ച് പാട്ടൊക്കെ പാടിയിരുന്ന ദാവീദ് പിന്നെ കിന്നരം വായിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്ന അറിയാവോ? ശൗലിന്റെ മേലുള്ള ദുരാത്മാക്കൾ, ദുർഭൂതങ്ങൾ വിട്ടുപോകുമായിരുന്നു. അതുവരെ ഈ സംഗീതം ആസ്വദിച്ചുകൊണ്ടിരുന്ന ആടുകൾ മാത്രമാണ്. പക്ഷെ ഇപ്പൊ ആ സംഗീതം വായിച്ചു കഴിഞ്ഞാൽ ദുരാത്മാക്കൾ വിട്ടുപോകും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും കർത്താവ് വളർത്തുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ചെന്ന് നിൽക്കുന്ന സ്ഥലത്ത് അത്ഭുതങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ഭവനങ്ങളിൽ വിശാലത ഉണ്ടാകും. നിങ്ങളുടെ ആമേൻ. ജോലി മേഖലയിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. ഞാൻ ആമേൻ. യേശുവിന്റെ നാമത്തിൽ അതിനെ ഉറപ്പിച്ചു പറയുകയാണ്. ആമേൻ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരുന്ന വചനങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇന്നും ദൈവാത്മാവ് എന്നോട്, ഞാൻ ഇങ്ങനെ വൈകുന്നേരം ഇവിടെ ഉച്ച സമയത്ത്, ഞാൻ ഇവിടെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ കുറേ വചനങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാൻ കർത്താവ് ഇടപെട്ട്. ഈ ഒരു ദിവസങ്ങളിൽ മുഴുവൻ നമ്മൾ അതാ ചിന്തിക്കുന്നത്. ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നുകൊണ്ട് വചനമല്ല. അതായത് നമ്മൾ ഈ ദിവസങ്ങളിൽ FAC ലേഖനമായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അതിൽ നിന്ന് ഒരു വ്യത്യാസത്തെ കർത്താവ് കൊണ്ടുവന്ന് എനിക്കൊരു കാര്യം ഉറപ്പാണ്, കർത്താവ് എന്തോ വൻ കാര്യങ്ങൾ നമ്മളെ ചെയ്യിപ്പിക്കാൻ പോവുക. നമുക്കിന്നും പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. തിരുവചനങ്ങളെ കേട്ട് കർത്താവിൽ ബലപ്പെടാം. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ മറ്റൊരു സ്വഭാവത്തെ കേൾക്കാൻ വേണ്ടി പോവാണ്. പ്രധാനപ്പെട്ടൊരു സ്വഭാവമാണ് നമുക്ക് ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മത്തായിയുടെ സുവിശേഷത്തിലാണ് ഈ വാക്യം. മത്തായിയുടെ സുവിശേഷം, ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിലാണ് എഴുതിയേക്കുന്നത്. ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവനാണ്. അപ്പൊ ദൈവത്തിന്റെ ഒരു സ്വഭാവം എന്തുവാണ്? ഈ വചനത്തിൽ നിന്ന് എന്നാ മനസ്സിലായി നിങ്ങൾക്ക്? മനസ്സലിവ് വേണമെന്നല്ല, മനസ്സലിവുള്ള ആളാണ് ആര്? യേശുക്രിസ്തു. അഥവാ ദൈവത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് മനസ്സല്ല, മനസ്സലിവ്. നമുക്കറിയാം, പല ആളുകളും പറയുന്ന ഒരു ഇതാണ്, ബ്രദറെ, കാര്യം എന്നാക്കിയാണേലും ഞാൻ ദേഷ്യപ്പെട്ടാലും, പലപ്പോഴും ദേഷ്യപ്പെട്ടെങ്കിലും ഞാൻ പിന്നീട് ആ കാര്യങ്ങൾ പലർക്കും ചെയ്തു കൊടുക്കാറുണ്ട്, അതെന്നെ പലരും മിസ്യൂസ് ചെയ്യാറുണ്ടെന്ന് പറയാറുണ്ട്, അല്ലേ? നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാരാണ് പറയാറില്ല, നമ്മുടെ മനസ്സലിവിനെ ചില ആൾക്കാർ മിസ്യൂസ് ചെയ്യും, നമ്മുടെ സ്വഭാവത്തെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമിതമായിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഒരു കരുണ, അതായത് സാധാരണ മനുഷ്യനില്ലാത്തതിലും കൂടുതൽ ചിലപ്പോൾ ചിലരുണ്ട്, നമ്മൾ പറയത്തില്ലേ, ചിലരോട് എത്ര നമുക്ക് ചിലരെ വെറുക്കാൻ പറ്റത്തില്ല. നമ്മളോട് എത്ര ദേഷ്യം കാണിച്ചാലും നമുക്ക് ചിലരോട് വെറുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ അകത്തൊരു മനസ്സലിവുണ്ട്. അപ്പോൾ അത് മാനുഷിക മനസ്സലിവാണ്. അങ്ങനെയുള്ള കൂട്ടർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉള്ളവരായിരിക്കും. ചിലരോട് നമുക്ക് ദേഷ്യം തോന്നാലും വെറുക്കാൻ പറ്റത്തില്ല. പിന്നെയും നമ്മൾ ചിലർ പറയത്തില്ല, എന്തിനാ അവരെ സഹായിക്കുന്നത്, എന്തിനാണ് അവരോട് നിങ്ങൾ ഇത്രയും കെയറിങ് കൊടുക്കുന്നത്, എത്ര കിട്ടിയാലും പഠിക്കത്തില്ലെന്ന് പറഞ്ഞ് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പിന്നെയും നമ്മൾ അവരോരോ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായിട്ട് വരുമ്പോൾ നമ്മളെ പറ്റിക്കുവാന്ന് അറിയാം, നമ്മളെ പലപ്പോഴും അവരെന്ത് ചെയ്യുകയാണ്, ചതിക്കുവാന്ന് അറിയാം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അവരെ സഹായിക്കും. അതിൻ്റെ കാരണം നമുക്കൊരു മനസ്സലിവുണ്ട്. എല്ലാവർക്കും അല്ല, ചിലർക്കൊരു ക്വാളിറ്റി, അത് നല്ലതാണ് കേട്ടോ. പക്ഷെ ഒരു പരിധി വരെ അത് നല്ലതുമല്ല, കാരണം മറ്റാളുകൾ അത് മിസ്യൂസ് ചെയ്യും. അങ്ങനെ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിച്ച ഒരു കാര്യം നിങ്ങളിൽ പലരും, അല്ലേ ബ്രദറെ, നിങ്ങൾ പറയത്തില്ല, ബ്രദറെ, എനിക്ക് പലപ്പോഴും ദേഷ്യം വന്നെങ്കിലും ഞാൻ അവരെ സഹായിച്ചു, പക്ഷെ എനിക്കത് തിന്മയായി മാറി, എങ്കിലും പിന്നെയും ഞാൻ സഹായിക്കുവാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ഒത്തിരി കർത്താവ് ചതികളിൽ പോയി പെടാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. മനസ്സലിവ് നല്ലതാണ്, അത് എൻ്റെ അടുത്ത് പറയുന്ന കാര്യം. നമ്മൾ കർത്താവ്, മറ്റുള്ളവർ എൻ്റെ ജീവിതത്തെ മിസ്യൂസ് ചെയ്യുവാൻ അനുവദിക്കരുത്. എനിക്ക് മറ്റുള്ളവരെ അനുഗ്രഹമാകണം, പക്ഷെ എന്നെ മിസ്യൂസ് ചെയ്യുവാൻ ഇടയാകരുത് എന്നൊരു പ്രാർത്ഥിക്കണം. നല്ലതാണ്. എന്നാൽ ഇത് മനുഷ്യന്റെ മനസ്സലിവിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിനൊരു മനസ്സലിവുണ്ട്. ദൈവത്തിന്റെ മനസ്സലിവ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ഒത്തിരി സ്വഭാവങ്ങൾ കേട്ടു. വാക്കുമാറാത്തവൻ, സത്യം ചെയ്താൽ മറക്കാത്തവൻ, കർത്താവ് ചെയ്ത വാഗ്ദത്തങ്ങളെ കാണിച്ചു തരുവാൻ ചാടിയിരുന്ന ദൈവം, നിങ്ങളെ കേൾപ്പിച്ച ദൈവം, അത് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇനി മറ്റൊരു സ്വഭാവത്തെയാണ് മനസ്സലിവ്. മേഴ്സിഫുൾ എന്നൊരു വാക്കാണ് കൊടുത്തേക്കുന്നത്. മനസ്സലിവ്, കരുണയിൽ വല്ലാതെ ദൈവത്തിനൊരു മനസ്സലിവുണ്ട്. ആമേൻ. ദൈവത്തിന് ഭയങ്കര മനസ്സലിവാണ്. നമുക്ക് ചിലപ്പോൾ നമ്മൾ ബൈബിൾ വായിക്കുമ്പം ദൈവം ഒരു ദേഷ്യക്കാരനായിട്ടൊക്കെ നമുക്ക് തോന്നും ചിലപ്പോൾ, അല്ലേ?
ദൈവം ഒരു ദേഷ്യക്കാരനായിട്ടും ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഒരു പെട്ടെന്നൊരു ദേഷ്യപ്പെടുന്ന ആളായിട്ടും ഒക്കെ നമുക്ക് ബൈബിളിൽ ദൈവത്തെ ചിലപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ തോന്നിയാലും നമ്മൾ പോലും അറിയാത്ത വലിയൊരു കരുണയുടെ നിറകുടമാണ് കർത്താവ്. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രൂഫാണ് ദൈവം എത്രത്തോളം കരുണാമയനാന്നുള്ളത് തെളിയിക്കുന്ന ഒരു ഭാഗമാണ് യേശു കർത്താവിൻ്റെ സ്വഭാവം. ആമേൻ. ദൈവം എത്രത്തോളം കരുണയും മനസ്സലിവും നിറഞ്ഞ വ്യക്തിത്വമാണ് ഭൂമിയിൽ നമ്മളെ കാണിക്കാൻ വന്നയാളാണ് യേശു ക്രിസ്തു. കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ പിതാവിന് മനസ്സലിവുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ പിതാവിന് എന്നോട് മനസ്സലിവുണ്ടെന്ന് പറ. എന്റെ പിതാവിന് എന്നോട് മനസ്സലിവുണ്ട്. പിതാവിനോട് മനസ്സലിവുണ്ട്. ആമേൻ. അപ്പൊ ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തോണം. എന്താണ് ഈ മനസ്സലിവ്? മനസ്സലിവ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന മേഴ്സിഫുൾ എന്ന വാക്ക് നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെ? ഇതൊന്നും മറക്കരുത്. ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, മറ്റ് ബൈബിൾ ശുശ്രൂഷകളൊക്കെ നിങ്ങൾ കാണുന്ന സമയത്ത് വചന ധ്യാനങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഈ ബ്രദർ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതെന്തോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നി. ചിലപ്പോൾ ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിക്കാനായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോൾ നിങ്ങളെ ഇങ്ങനെ വചനം പഠിപ്പിക്കാനായിരിക്കും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളോട് അങ്ങനെ ഒരു പ്രഘോഷണം നടത്തുന്ന രീതിയിൽ പ്രസംഗിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പ്ലാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്തിനാ ബ്രദർ ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ വചനങ്ങളെ കയറാൻ വേണ്ടിയാണ്. ആമേൻ. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? എന്താണ് ഈ മനസ്സലിവ് എന്ന് ഉദ്ദേശിക്കുന്നത്? മനസ്സിലാവുന്നുണ്ടോ ആർക്കെങ്കിലും? നിങ്ങൾക്ക് മനസ്സിലായത് എന്തുവാ മനസ്സലിവ്? കരുണയെ നമുക്ക് പറയാൻ പറ്റും. കരുണ എന്നൊക്കെ പറയുന്നത് ഒത്തിരി ഒരു ആളത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും. അയാളുടെ വ്യക്തിത്വത്തെ, അതായത് ഒരാളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് അയാളുടെ കാണിക്കുന്ന കരുണ. അത് ഏകദേശം നമുക്ക് ഒരു ഒത്തു വന്ന ഒരു തരമാണ്. ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ കണ്ട് അയാളോട് തോന്നുന്ന ഒരു വികാരം എന്ന് വേണേൽ പറയാം, അല്ലെ? അയാളുടെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് ചിലരുടെ അവസ്ഥ കാണുമ്പം നമുക്ക് അവരോടൊരു അനുകമ്പ, അവരെ സഹായിക്കുവാൻ ഒരു സംഭവം. നമുക്ക് ഉദാഹരണമായിട്ട് നമുക്കറിയാം, മദർ തെരേസയെ പറ്റി നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, അല്ലേ? മദർ തെരേസ, അദ്ദേഹം നമുക്കറിയാം, മദർ തെരേസ ഒരു ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആളല്ല, ഇത് വിദേശ വനിതയാണ്. പലരും ഈ കാലഘട്ടത്തിലൊക്കെ ഒത്തിരി ആൾക്കാർ വിമർശിക്കുകയും ഒത്തിരി ആൾക്കാർ തള്ളിപ്പറയുകയും ചെയ്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കരുണയുടെ നിറകുടം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അതിന് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, കുഷ്ഠരോഗികളായ അനേക ആൾക്കാരെ കൽക്കട്ടയിലും മറ്റുമൊക്കെ അവരെ പരിചരിച്ച് അവരുടെ വ്രണത്തെ, മുറിവുകളെ, അത് പകരുവാൻ സാധ്യത 100% ഉണ്ടായിട്ടും അതിനെ എന്ത് ചെയ്തു? കരുണയാൽ. അത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. എല്ലാവർക്കും കിട്ടുന്ന നല്ലത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ആ കരുണയാൽ മുറിവേറ്റവനെയും, നമുക്കറിയാം കുഷ്ഠരോഗിയായിരിക്കുന്ന ഒരു മനുഷ്യനെ തൊട്ടാലും അവരുമായിട്ട് ചേർന്നാൽ അത് കുഷ്ഠം പകരുവാനൊക്കെ സാധ്യത ഉണ്ടെന്നറിയാം, അല്ലേ? അങ്ങനെ ഒരു പ്രചരണമൊക്കെ ഉണ്ട്. അപ്പം എങ്കിലും ആ വേദനയിൽ നിൽക്കുന്ന മനുഷ്യ അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് തോന്നുന്ന ഒരു മനസ്സലിവ്, നമുക്കും കാണുമ്പോൾ ഒരു സങ്കടമില്ല, പക്ഷെ നമുക്ക് തൊടാനൊരു പേടിയല്ലേ? നമുക്ക് അവരെ കാണുമ്പോൾ ഒരു മനസ്സലിവുണ്ട്. അയ്യോ പാവം, കുഷ്ഠരോഗി, ഇങ്ങനെ വ്രണം, ആ ശരീരം ഇങ്ങനെ പൊട്ടി വ്രണമായിട്ട് നാറ്റം വരുന്ന അവസ്ഥയാണ് കുഷ്ഠരോഗത്തിൻ്റെ അവസ്ഥ. അത്രയ്ക്കും ഭയാനകമായ രോഗാവസ്ഥയാണ്. നമുക്കത് കാണുമ്പം ഒരു മനസ്സലിവും സങ്കടവും ഭാരം ഉണ്ടെങ്കിലും മനസ്സിലൊരു പേടിയുണ്ട്, ഇത് തൊട്ടാ പകരുവോ? നമുക്കൊരു ഭയം. നമുക്ക് തുടരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും, അകത്തൊരു മനസ്സലിവുണ്ടെങ്കിലും, അകത്തൊരു കരുണയുണ്ടെങ്കിലും ഇറങ്ങി ചെന്ന് പരിചരിക്കുവാൻ ഒരു ഭയം. എന്നാൽ ആ ഭയത്തെ ഓവർകം ചെയ്യുന്ന ഒരു കരുണ മദർ തെരേസയ്ക്ക് ഉണ്ടായിരുന്നു. ദൈവം കൊടുത്തതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? അവരെ ശുശ്രൂഷിക്കുവാനും അവരുടെ ഒപ്പം പോകുവാനും അവരെ അതൊരു ഞാൻ പറയില്ല, അതൊരു കരുണയ്ക്ക് നമ്മുടെ മാനുഷിക കരുണയ്ക്ക് അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ. ഞാനൊരു ഉദാഹരണം കേട്ടോ. ഞാൻ മദർ തെരേസ എന്ന വ്യക്തിത്വത്തിൽ ദൈവം വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളാണ്. നാളെ മുതൽ ആരും മദർ തെരേസയുടെ ഫോക്കസ് ആകാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. ഒരു ബ്ലെസ്സഡ് ആയിട്ടുള്ള വുമണാണ്. ബ്ലെസ്സഡ്, ദൈവത്തിൻ്റെ കരുണ ലഭിച്ച, കരുണയെ ദൈവം വെളിപ്പെടുത്തിയ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. എന്നാൽ ഇവിടെ ഈ മനസ്സലിവ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളോട് കാണിക്കുന്ന ദൈവത്തിൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ 1-2 വചനങ്ങൾ എടുക്കുമെന്ന് കുറച്ചുകൂടെ ക്ലിയർ ആവും. എങ്കിലും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇതൊന്ന് വരാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ദൈവത്തിന്, പിതാവിന് മനസ്സലിവുണ്ട്. 1-2 വചനത്തിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. മത്തായിയുടെ സുവിശേഷം വായിക്കുന്ന സമയത്ത് നിങ്ങളിവിടെ ശ്രദ്ധിച്ചോണം. യോഹന്നാൻ സ്നാപകനെ പറ്റി പറയുകയാണ്. ആളയച്ച് തടവിൽ യോഹന്നാന്റെ ശിരച്ഛേദം ചെയ്യിച്ചു.
അവൻ്റെ തല ഒരു താലത്തിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു. അവൾ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. യോഹന്നാന്റെ ശിഷ്യന്മാർ ചെന്ന് ഉടലെടുത്ത് കുഴിച്ചിട്ടു. പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു. നിങ്ങൾക്ക് ഈ രംഗം അറിയാം. യോഹന്നാൻ സ്നാപകൻ യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയ, യേശു ക്രിസ്തുവിന് കുഞ്ഞുനാൾ മുതലേ വ്യക്തിപരമായി അറിയാവുന്ന ഈ യോഹന്നാൻ സ്നാപകന്റെ തല ശിരച്ഛേദം ചെയ്തു. അദ്ദേഹത്തിന്റെ തല വെട്ടിക്കളഞ്ഞു, ഉടല് കുഴിച്ചിട്ടു. ആ ഭയാനകമായ ദുഃഖകരമായ മനസ്സിനെ തകർക്കുന്ന ഒരു വേദനപ്പെടുത്തുന്ന ഒരു വാക്ക് യോഹന്നാന്റെ ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, യോഹന്നാൻ മരണപ്പെട്ടു. ഒരു മരണ വാർത്തയാണ് യേശു കേൾക്കുന്നത്. ശ്രദ്ധിച്ചോണം, ഒരു മരണ വാർത്ത യേശു കേൾക്കുകയാണ്. 12-ാം വാക്യത്തിൽ പറയുന്നു, യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് ഉടലെടുത്ത് കുഴിച്ചിട്ട് പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു. 13-ാം വാക്യത്തിൽ പറയുന്നു, ഇത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി. കർത്താവിന് വലിയൊരു വിഷമമായി തീർന്നു. കർത്താവിന് അറിയാം യോഹന്നാൻ സ്നാപകൻ, ദൈവത്തിനെല്ലാം മുൻകൂട്ടി അറിയാം. സ്നാപക യോഹന്നാൻ മരിക്കുമെന്നും ശിരച്ഛേദത്താൽ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുമെന്നൊക്കെ അറിയാം. എങ്കിലും ചില ബന്ധങ്ങൾ യേശുവിനറിയാം. യേശു ലാസർ മരിച്ച സമയത്ത് കരഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ട്. ചില ബന്ധങ്ങൾ കർത്താവ് ഭൂമിയിൽ വന്നെങ്കിലും മനുഷ്യന്റെ ചില ഇമോഷനുകൾ യേശുവിനുണ്ടായിരുന്നു. ഒരേ സമയം യേശു ദൈവമാണ്, ഒരേ സമയം യേശു മനുഷ്യപുത്രനുമാണ്, ദൈവപുത്രനും മനുഷ്യപുത്രനുമാണ്. അപ്പൊ യേശുവിന് സങ്കടം വന്നിട്ടുണ്ട്, വിശപ്പ് വന്നിട്ടുണ്ട്, ദാഹം വന്നിട്ടുണ്ട്, വേദന വന്നിട്ടുണ്ട്, ഇമോഷനുകളെല്ലാം യേശുവിൽ വന്നിട്ടുണ്ട്. ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു. പാപമൊഴികെ യേശു സകലത്തും പരീക്ഷിക്കപ്പെട്ടു എന്നും ബൈബിളിൽ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പം യേശുവിന് വിഷമമായി. ഇത് കേട്ടിട്ട് യേശു അവിടം വിട്ട് ഒരു പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക്, അതായത് നമ്മൾ പെട്ടെന്നൊരു വേദന, നമുക്കൊരു ഷോക്കായിട്ടുള്ള ഒരു വേദനകരമായ ഒരു ദുഃഖവാർത്ത കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? ഒറ്റയ്ക്കൊരു മുറിയിലോട്ട് കയറിയിരുന്ന് കരയാനോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒറ്റയ്ക്ക് അങ്ങോട്ട് മാറിയിരിക്കാനോ, ദുഃഖം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന്, നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ പെട്ടെന്ന് ഉൾവലിയുവാൻ നോക്കും. യേശു പെട്ടെന്ന് തന്നെ പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. അടുത്ത വാക്യത്തിൽ പറയുന്നു, പുരുഷാരം അത് കേട്ടു പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു. യേശു ആണെങ്കിൽ ഈ വാർത്ത കേട്ട് ദുഃഖിച്ച് വേദനിച്ച് അവിടുന്ന് പോയി. ഒന്ന് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കാം. ഈ വാർത്ത യേശുവിനെ ദുഃഖിപ്പിച്ചു, വേദനിപ്പിച്ചു. അത് കേട്ട ഉടനെ യേശു കുറച്ചു നേരം ഒറ്റയ്ക്ക് മാറിയിരിക്കാന്ന് വിചാരിച്ച് പോയപ്പം ഇവിടെ വചനം പറയുന്നു, പുരുഷാരം ഇത് കേട്ട് പട്ടണത്തിൽ നിന്നും കാൽനടയായി യേശുവിന്റെ പിന്നാലെ ചെന്നു. അതായത് യേശുവിന്റെ ദുഃഖം ഓർത്തിട്ടല്ല അവർ ചെന്നത്, യേശു അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട്. യേശു യോഹന്നാന്റെ മരണവിവരം അറിഞ്ഞ് ദുഃഖിച്ചിരിക്കുവാന്ന് യേശുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയതല്ല. ആളുകളുടെ ഉള്ളിൽ യേശുവിനെ കാണാനുള്ള തിടുക്കം കൊണ്ട് അവർ യേശുവിനെ കാണാൻ വേണ്ടി കാൽനടയായി. അപ്പൊ അത് ആ വാക്കെടുത്ത് പറയാൻ കാരണം വലിയൊരു ദൂരം യാത്രയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. കാൽനട എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തിനാണ്, ആ കാലത്ത് കാറും ജീപ്പും ഒന്നും ഇല്ലല്ലോ, ഉള്ളത് പടകവും മറ്റുമൊക്കെ അല്ലേ. എന്തുകൊണ്ടാണ് ഈ കാൽനട എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ പ്രസ് ചെയ്ത് പറയാൻ കാരണം? ഒരു ദൂരം അവിടെയുണ്ട്, വലിയ ദൂരം. പട്ടണത്തിൽ നിന്നും നിർജ്ജന പ്രദേശത്തേക്ക്, അതായത് നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ടൗണിൽ നിന്നും ഇച്ചിരി ഉൾപ്രദേശത്തോട്ട് യേശു പോയെന്ന് വേണേൽ പറയാം. അപ്പൊ അത്രയും ദൂരം ആൾക്കാരിങ്ങനെ നടന്ന് യേശുവിന്റെ പിന്നാലെ ചെന്നു. ഉടനെ നമ്മളാണെ പറഞ്ഞതിനെ ഒറ്റയ്ക്കിരിക്കാനും സമ്മതിക്കത്തില്ല, ശല്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞേനെ. എന്നാൽ ഇവിടെ വചനം പറയുന്നു, അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ടിട്ട് അവരിൽ മനസ്സലിഞ്ഞു, അവരുടെ രോഗികളെ സൗഖ്യമാക്കി. യേശുവിൻ്റെ ഒരു സ്വഭാവം കണ്ടോണം. ഒരു ദുഃഖ അവസ്ഥയിലാണ് താൻ ആയിരിക്കുന്നത്. താൻ ചെറുപ്പം മുതലേ അറിയാവുന്ന യോഹന്നാൻ സ്നാപകൻ, എലിസബത്തിന്റെ മകനായ, കുഞ്ഞുനാൾ മുതലേ അറിയാവുന്ന, തന്നെ സ്നാനപ്പെടുത്തിയ, ദൈവത്തിന്റെ പദ്ധതിയുള്ള സ്നാപ യോഹന്നാന്റെ മരണവിവരം അറിഞ്ഞ് ദുഃഖത്തിലായി നിർജ്ജന പ്രദേശത്തിലേക്ക് സങ്കടത്തോടെ മാറിപ്പോയ യേശു വളരെ ദുഃഖത്തിലിരിക്കുമ്പോൾ ചിലപ്പോൾ ശിഷ്യന്മാർ ഓർത്ത് കാണും, യേശുവിനെ വിഷമിപ്പിക്കണം, മാറിയിരുന്ന് കുറച്ചു നേരം കർത്താവ് ഫ്രീ ആകട്ടെ. പക്ഷെ പുരുഷാരം വിട്ടില്ല. അവർക്ക് യേശുവിൻ്റെ സങ്കടമല്ല വിഷയം, അവർക്ക് യേശുവാണ് വിഷയം. അവർക്ക് അവരുടെ രോഗത്തിൽ നിന്നുള്ള സൗഖ്യമാണ് വിഷയം. യേശു അവരെ നോക്കിയപ്പം കർത്താവിന് ദേഷ്യമല്ല വന്നത്, പകരം വചനം ഒന്ന് വായിക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നവർക്ക് ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്നത് വായിക്കാൻ പറ്റുമോ? കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്? പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. കണ്ടോ? നമ്മളാണെ പറഞ്ഞാൽ മനുഷ്യൻ ഒറ്റയ്ക്ക് ഇരിക്കാനും സമ്മതിക്കത്തില്ലേ? നമ്മളാണ് ദേഷ്യപ്പെട്ടാനല്ലേ? ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ പോലും എന്നെ സമ്മതിക്കത്തില്ലേ എന്ന് നമ്മൾ ചിലപ്പം ഒന്ന് ചൂടായേനെ.
നമ്മളായിരുന്നെങ്കിൽ ഒന്ന് ദേഷ്യപ്പെട്ടാനെ, നമ്മളാണെ ഒന്ന് ചാടിക്കടിച്ചാനെ. ശിഷ്യന്മാർ അവിടെ ചിലപ്പോൾ ഒരു ബറ്റാലിയൻ പോലെ നിൽക്കും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, യേശു ഒന്ന് സമാധാനത്തോടെ ഒന്ന് നിർജ്ജന പ്രദേശത്തേക്ക് ഒന്ന് മാറിയിരിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അവർ ശകാരിച്ചു കാണും. പക്ഷെ യേശു നോക്കിയപ്പം പട്ടണത്തിൽ നിന്നും യേശുവിനെ കാണേണ്ടതിന് രോഗികളാണെങ്കിലും കർത്താവിൻ്റെ അടുക്കിലേക്ക് അവർ വരിക. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതെന്താണ് യേശു അവരിൽ കണ്ടെന്നറിയാവോ? പ്രതീക്ഷയോടെ അവർ വന്നത്. ഇതാ വ്യത്യാസം. പട്ടണത്തിൽ നിന്നവര് ഈ നിർജ്ജന പ്രദേശം എന്ന് എടുത്ത് പറയാൻ കാരണം ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ചിലപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത, എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലമായിരിക്കാം. പക്ഷെ അത്രയും ദൂരം അവിടെ ഇത് വെച്ച് നോക്കിയേ. അത് കേട്ടിട്ട് പട്ടണത്തിൽ നിന്നും കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു. അവർ വലിയ പുരുഷാരത്തെ കണ്ടിട്ട് അവർക്ക് മനസ്സലിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യുന്നു അറിയാവോ? ഈശോയോട് പറയാ, സോറി, ക്ഷമിക്കണം, ഞാനിപ്പോൾ ഒരു മാനസികാവസ്ഥയിലാണ് എന്ന് പറഞ്ഞ് അവരോട് പറയുകയാണ്, സാരമില്ല കേട്ടോ, നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചില്ല. അവിടെ ഇരുന്നു കൊണ്ട് അവിടുത്തെ രോഗികളെ അവൻ സൗഖ്യമാക്കി. ഞാൻ ചോദിച്ചോട്ടെ, ഇതേ കർത്താവിന് നിങ്ങളോട് ഇങ്ങനെ തന്നെയാണോ? നിങ്ങൾ ഉറപ്പിക്കണം, നമുക്ക് മനസ്സിലാക്കണം, എൻ്റെ കർത്താവിന് എന്നോട് മനസ്സലിവുണ്ട്. ഞാൻ ദുഃഖിച്ചിരിക്കുമ്പോൾ, ഞാൻ പ്രയാസത്തോടെ ഇരിക്കുമ്പോൾ, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ, എന്നെ മറ്റുള്ളവർ കുത്തി വേദനിപ്പിക്കുമ്പോൾ, കർത്താവേ നീ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ കർത്താവിന് എന്നോട് മനസ്സലിവുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മനസ്സലിവെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കരുണയെപ്പറ്റി അല്ല ഞാൻ ഈ പറയുന്നത്. മനുഷ്യനോട് തോന്നുന്നതും മനുഷ്യന് മൃഗത്തോട് തോന്നുന്ന കരുണയെപ്പറ്റി അല്ല ഞാൻ ഈ പറയുന്നത്. മേഴ്സിഫുൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കരുണ നിറഞ്ഞ ഒരവസ്ഥ, മനസ്സലിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. ആമേൻ. അപ്പൊ നമ്മുടെ രോഗത്തെ കാണുമ്പോൾ, നമ്മുടെ വിഷയങ്ങളെ കാണുമ്പോൾ, നമ്മുടെ ദുഃഖം കാണുമ്പോൾ കർത്താവിന് എന്നോട് സഹതാപമല്ല, എന്നോട് അവന് കരുണ നിറഞ്ഞിരിക്കുകയാണ്, മനസ്സലിവാണ്. ആമേൻ. അപ്പൊ ദൈവത്തിന് എൻ്റെ വിഷമങ്ങളെ, ദൈവത്തിന് വിഷമമുണ്ട്. എൻ്റെ അവസ്ഥയിൽ ഞാൻ ദൈവത്തോട് സങ്കടപ്പെടുമ്പോൾ ദൈവത്തിന് എന്നോട് മനസ്സലിവുണ്ട്. ബൈബിൾ പറയുന്നവൻ മനസ്സലിഞ്ഞ് രോഗികളെ സൗഖ്യമാക്കി. അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ വിഷയങ്ങളെ കർത്താവ് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത്? മനസ്സലിവോടെ. ഇനി ഇവിടെ ഒരു പ്രധാന സംഭവം നമ്മൾ നോക്കിക്കോണം. ഈ പുരുഷാരത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നാളെ നമ്മൾ കേൾക്കാൻ പോകുന്നത് വലിയൊരു കർത്താവിനോട് സംസാരിച്ച വിശ്വാസത്തെയും അവിശ്വാസത്തിൻ്റെതായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി സൂക്ഷിക്കേണ്ട വിശ്വാസത്തിൻ്റെ ചില തത്വങ്ങളെ നമുക്ക് നാളെ കേൾക്കാൻ പറ്റും. ദൈവകൃപയാൽ നമുക്ക് സമയപരിമിതി അല്ല, ഇന്നും നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോയേനെ. വിശ്വാസത്തിൻ്റെ വലിയൊരു പ്രോട്ടോക്കോൾ എന്നൊക്കെ പറയുന്നത് പോലെ പാലിക്കേണ്ട ചില നിയമങ്ങളെ നമുക്ക് നാളെ കേൾക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഇതിൻ്റെ ഒരു ഡെപ്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇവിടെ പറയുകയാണ്, ആ പുരുഷാരം യേശുവിനെ കാണാൻ വേണ്ടി അവർ പട്ടണത്തിൽ നിന്നും കാൽനടയായി വന്നു. ഞാൻ എപ്പോഴും പറയത്തില്ലേ, നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രദറിനെ വിളിച്ച്, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിലിരുന്ന് സീരിയലും ടിവിയും കണ്ടുകൊണ്ടിരിക്കുക. എന്നാലോചിച്ച് നോക്കി. നിങ്ങളും പ്രാർത്ഥിക്കണം, കർത്താവിൻ്റെ സന്നിധിയിൽ വരണം, വചനം കേൾക്കണം, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ചേർന്ന് നിൽക്കണം, പ്രാർത്ഥനാ കൂട്ടായ്മകൾ നിങ്ങൾ ചേർന്ന് നിൽക്കണം. എന്തിനാണെന്നറിയാവോ? കർത്താവ് നോക്കും. നമ്മൾ അതുകൊണ്ടാണ് തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ഉത്തരം പറഞ്ഞു, നമ്മുടെ ദുഃഖങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനോഭാവം ദൈവം നോക്കും. കർത്താവ് ദുഃഖിച്ചിരിക്കുക, തൻ്റെ അറിയാവുന്ന തൻ്റെ ഒരു സഹോദര, ഭൂമിയിൽ വേണമെങ്കിൽ പറയാം, ഒരു സഹോദരി കുടുംബത്തിൽപ്പെട്ട ഒരു മകനാണ് മരിച്ചിരിക്കുന്നത്. ഒരു സഹോദരൻ എന്ന് പറയുന്ന രീതിയിലാണ് യോഹന്നാൻ. ഭൂമിയിലെ പ്രായത്തിൽ മൂത്തതാണെങ്കിലും, ഭൂമിയിലെ പ്രായം വെച്ച് നോക്കുമ്പോൾ മൂത്തതാണെങ്കിലും, കർത്താവ് കുഞ്ഞുനാൾ മുതലേ അറിയാവുന്ന ഈ സ്നാപകൻ, തന്നെ സ്നാനപ്പെടുത്തിയ സ്നാപകൻ, തനിക്ക് അറിയാവുന്ന സ്നാപകൻ, എലിസബത്ത് അടുക്കിലേക്ക് ചെന്നപ്പം ഉള്ളത്തിൽ പിള്ള തുള്ളി എന്ന് പറയുന്നത് ഈ യോഹന്നാൻ സ്നാപകനെ പറ്റിയൊക്കെയാ. അപ്പൊ ഇത്രയും അറിയാവുന്ന കർത്താവ്, ഇത്രയും അറിവുള്ള കർത്താവ്, ഈ യേശു മനം തകർന്നിരിക്കുമ്പോഴും വരുന്നവരോട് മനസ്സലിവ് കാണും. അപ്പോൾ കർത്താവ് നോക്കുമെന്നറിയാവോ? യേശു ഇത്രയും ദൂരം ഒരു വള്ളത്തെ കയറി അവിടുന്ന് പിന്നെ ഒരു നിർജ്ജന പ്രദേശത്തേക്ക് യാത്ര ചെയ്ത് അത്രയും ദൂരം അവർ കവർ ചെയ്ത് യേശുവിനെ കാണാൻ വന്നപ്പം കർത്താവ് ചിന്തിച്ചു, എൻ്റെ ദൈവമേ, എന്നെ കാണാൻ വേണ്ടി ഇത്രയും വന്നവരെ എനിക്ക് എങ്ങനെ കൈവിടാൻ പറ്റും? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുന്നവനെ ദൈവം ഉയർത്തിയിരിക്കും. ദൈവത്തിന്റെ പുറകെ പോകുന്നവനെ ദൈവം മാനിച്ചിരിക്കും. തെളിവാ ഞാനീ പറഞ്ഞത്. നമ്മൾ പറയും, ബ്രദറെ എനിക്ക് പ്രാർത്ഥനയ്ക്ക് കയറാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ബ്രദറെ, ഭർത്താവ് വിഷയ, കുഞ്ഞുങ്ങൾ വിഷയ, അവര് വിഷയ, ഇവര് വിഷയ, വേറെ എല്ലാത്തിനും സമയമുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു,
ഈ ജനത്തെ കണ്ടുപഠിക്കണം. നിർജ്ജന പ്രദേശത്തിട്ട് യേശു പട്ടണത്തിൻ്റെ അകത്ത് വലിയൊരു പ്രയർ ഹോളിലോട്ട് ബസ്സും കാറും എല്ലാം സ്പീഡിൽ എത്താൻ പറ്റുന്ന, ഓട്ടോറിക്ഷ വിളിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലത്. നിർജ്ജന പ്രദേശം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് അവൻ വേർപെട്ടു. അതിൻ്റെ അർത്ഥം ഒരൊറ്റ ഇരിക്കാൻ വേണ്ടി യേശു ആഗ്രഹിച്ചു. അതായത് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമല്ലത്. അതിൻ്റെ തെളിവാണ് താഴെ നിങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമായി അവിടെ മനസ്സിലാകും എങ്ങനെയുള്ള സ്ഥലമായിരുന്നു എന്ന്. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരം വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനം കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞു. അപ്പൊ സ്ഥലം എവിടെയാ അത്? ഈ നിർജ്ജന പ്രദേശം. ഒന്ന് വായിച്ചേ, ഞാൻ മാർക്ക് ചെയ്തൊക്കെ ഒന്ന് വായിക്കാൻ പറ്റും. ഈ സ്ഥലം മരുഭൂമി. ഭൂമി. മരുഭൂമി. അപ്പൊ ഈ ജനം എവിടുന്നാ വന്നിരിക്കുന്നത്? പട്ടണത്തിൽ നിന്നും കാൽനടയായി. ഈ സ്ഥലം മരുഭൂമിയല്ലോ. കണ്ടോ എന്തുകൊണ്ടാണ് യേശുവിന് അവരോട് മനസ്സലിവ് തോന്നിയെന്നറിയോ? അവർ രോഗികളാ, പ്രശ്നങ്ങളുള്ളവരാ, മനം തകർന്നവരാ. പക്ഷേ യേശുവിനെ ഞങ്ങൾ ആ പട്ടണത്തിൽ വരുമ്പം ഞങ്ങൾ കണ്ടേക്കാം. ചിലരങ്ങനെയല്ലേ, എല്ലാം ഒത്തു വന്നാൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് വരാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവർ വില കൊടുത്തു വന്നവരാ. ഇവര് കർത്താവിനെ കാണാൻ വേണ്ടി തന്നെ വില കൊടുത്തു വന്നവരാ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ പട്ടണത്തിൽ നിന്നും കാൽനടയായി. ഈ സ്ഥലം മരുഭൂമിയല്ലോ. എന്നാലോചിച്ച് നോക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർക്ക് ഒരു ആദി വരാൻ തുടങ്ങി. ടെൻഷൻ കയറുക ശിഷ്യന്മാർ. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരം വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞ ലാസ്റ്റ് ബസ്സും പോകുന്ന സ്ഥലമാണ്. പുരുഷാരം പോയി. അവർക്ക് ടെൻഷൻ കൊണ്ട് പറയുക, കർത്താവെ നേരം വൈകിയോട്ടെ, ഇനിയും താമസിച്ചാൽ പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനം കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞേക്കണം. ഇനി ഇവിടുന്ന് നടന്ന് ദൂരെ പോയി അടുത്തുള്ള ഏതെങ്കിലും ഗ്രാമങ്ങളിൽ ചെന്നിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, യേശുവിൻ്റെ പുറകെ പോയ വ്യക്തിയാണോ നിങ്ങൾ? ടെൻഷൻ ആകണ്ട. അടുത്ത വാക്യത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, യേശു അവരോട്, ടെൻഷൻ അടിക്കുന്നവരോട് പറയുക കേട്ടോ, യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല. ശ്രദ്ധിച്ചോണം, മരുഭൂമിയാണ്, ഭക്ഷണ സാധനം കിട്ടുക. ശിഷ്യന്മാർ നോക്കിയപ്പം അടുത്തൊരു ഹോട്ടൽ പോലുമില്ല, ഒരു ബേക്കറി പോലുമില്ല, ഒരു ചെറിയൊരു പലചരക്കട പോലുമില്ല, ഒരു പെട്ടിക്കട പോലും അടുത്തൊന്നുമില്ല. അവർക്ക് ടെൻഷനായി. ദൈവമേ, ഇത്രയും പുരുഷാരം രാവിലെ വന്നത് യേശുവിൻ്റെ പുറകെ, വൈകുന്നേരമായി ഇപ്പം സമയം, ഇവർ ആഹാരമില്ല, ഒന്നുമില്ല. കുഞ്ഞുങ്ങളും പിള്ളേരും ഒക്കെ കാണുമായിരിക്കും കൂടെ. ഒരു ബിസ്ക്കറ്റ് പോലും മേടിക്കാൻ കട കാണത്തില്ല. ശിഷ്യന്മാർക്ക് ആദ്യ കയറി, എൻ്റെ യേശുവേ, ഇവരെങ്ങാനും ഇവിടെ കിടന്ന് മരിച്ചു പോവോ? അയ്യോ, ടെൻഷൻ കയറിയപ്പോൾ യേശു പറയും, അവർ പോകത്തില്ല. യേശുവരോട് അവർ പോകുവാൻ ആവശ്യമില്ല. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, യേശുവിൻ്റെ പുറകെ പോകുന്നവന് യേശു കൂടെ ഉണ്ടെന്ന് പറ. യേശുവിന്റെ പുറകെ പോകുന്നവന് യേശു കൂടെയുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്ന, കർത്താവിൻ്റെ നാമത്തിൽ യേശുവേ എന്ന് വിളിച്ച് ഇറങ്ങി തിരിച്ചവരാണോ? തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യമില്ല. അവൻ നിന്നെ നടത്തും, അവൻ നിങ്ങളെ ഉയർത്തും, ആ ദൈവം നിങ്ങളെ മാനിച്ചിരിക്കും. പുറകോട്ട് തിരിഞ്ഞു. ഈ വചനം ഏറ്റവും വലിയ തെളിവ്. യേശു മനം തകർന്നിരിക്കുമ്പോഴും മനസ്സലിവ് കാണിച്ചതിന്റെ കാര്യം, ആരോടാ യേശു മനസ്സലിവ് കാണിച്ചത്? ആരോടാ യേശു മനസ്സലിവ് കാണിച്ചെന്ന് അറിയാവോ? പട്ടണത്തിനകത്ത് സുഖിച്ചിരിക്കുന്നവരുടെ. എങ്ങനെയുള്ള പുരുഷാരമാണ്? പട്ടണത്തിൽ നിന്നും കാൽനടയായി മരുഭൂമി വരെ യേശുവിന്റെ അടുക്കിലേക്ക് വരാൻ മടിയില്ലാത്ത പുരുഷാരം. അങ്ങനെയുള്ള കൂട്ടരാണോ നിങ്ങൾ? എനിക്ക് സമയമുണ്ടേ കയറാൻ ബ്രദറെ പ്രാർത്ഥനയ്ക്ക്. ഞാൻ അങ്ങനെയുള്ള പോളുകൾ മൈൻഡ് ചെയ്യാറ് പോലുമില്ല. നിങ്ങളുടെ സമയമല്ല ദൈവത്തിന്റെ സമയം. ബ്രദറെ, ഞാൻ സമയം ഉണ്ടേ കയറാം. ചിലർ അങ്ങനെ പറയും, സമയം ഞാൻ നോക്കട്ടെ, കയറാൻ പറ്റുമോ നോക്കട്ടെ. എനിക്ക് അനുഗ്രഹം വേണം, എനിക്ക് അത്ഭുതം വേണം. ഇവരെ കണ്ടു പഠിക്കണം. അവരാരോഗ്യമുള്ളവരല്ല, രോഗികളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ മുടന്തൻ കാണും, കേൾവി ഇല്ലാത്തവർ കാണും, ക്യാൻസർ ഉള്ളവർ കാണും, മാരക രോഗത്തിൽ അടിമപ്പെട്ടവർ കാണും, നടക്കാൻ കഴിയാത്തവർ കാണും. യേശുവിന് അവരെ കണ്ടപ്പോൾ മനസ്സലിവ് തോന്നി. എൻ്റെ ദൈവം, യേശു ഓർക്കോ, ഞാനിവിടെ വള്ളത്തേലും കയറി ദൂരങ്ങൾ യാത്ര ചെയ്ത് മരുഭൂമിയിൽ വരുമ്പോൾ അതേപോലെ പട്ടണത്തിൽ നിന്നും കാൽ നടയായി. അവരെ കണ്ടപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ മരണത്തെ യേശു മറന്നു. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ കരുണ കാണിച്ച് നിങ്ങളെ കൊണ്ടു നടക്കുന്ന, ഉള്ളം കരത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. എന്നാലോചിച്ച് നോക്കി. എന്നിട്ട് നമുക്കറിയാവുന്ന വചനമാണ്, നമ്മൾ എപ്പോഴും പറയുന്നതാണ്. യേശു പറയുകയാണ്, ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ അവർക്ക് ആഹാരം കൊടുപ്പിൻ. നമുക്കറിയാം വാക്യങ്ങൾ, പിന്നീട് നമുക്കറിയാം അല്ലേ. അവരവരോട് 5 അപ്പവും 2 മീനും അല്ലാതെ ഇവർ ഒന്നുമില്ല. യേശു അത് വാഴ്ത്തി, നമുക്കറിയാം, എല്ലാവർക്കും കൊടുത്തു. അപ്പൊ സൗഖ്യമാകാൻ വേണ്ടി വന്നവർക്ക് ഇപ്പൊ ആഹാരവും കിട്ടി. കണ്ടോ? ആഹാരമില്ലാതെ ശിഷ്യന്മാരിങ്ങനെ, ഞാനിങ്ങനെ ഇരിക്കുക, പത്രോസ് ലീഗ ആണെങ്കിൽ അവിടെയുള്ള ആൾക്കാർ നോക്കും, അവരിങ്ങനെ വെയിൽ കൊണ്ട്, മരുഭൂമി പിന്നെ AC ഒന്നും ഇല്ലല്ലോ,
മരുഭൂമിയിൽ ടെൻ്റ് ഒന്നും ഇന്നത്തെ പോലത്തെ വലിയ ടെൻ്റ് ഇല്ല, ഹോളില്ല, നമ്മളിങ്ങനെ ഇരിക്കുന്ന പോലെ ഫാനോ ഒന്നുമില്ല. മരുഭൂമിയിലെ ചൂടൊക്കെ അടിച്ച് വൈകുന്നേരം വരെ ഇരിക്കുന്ന കണ്ടപ്പോൾ ശിഷ്യന്മാർ, ദൈവമേ ഇവരെങ്ങാനും ഇവിടെ വന്ന് തല കറങ്ങി വീണ് ചാകുമോ, ഇതായിരിക്കും ഇവരുടെ ടെൻഷൻ. കാര്യം ആഹാരവും ഇല്ല, വെള്ളവും ഇല്ല, വെയിലുമാണ്. നമ്മളിപ്പോൾ ഒരു ചൂടൊക്കെ വന്നപ്പം നമ്മളിപ്പോൾ കണ്ടില്ലേ എന്തൊരു ബഹളമാണ്. കേരളത്തിലൊക്കെ ഇപ്പോൾ ചൂട് കാരണം ആൾക്കാർക്ക് നിൽക്കാൻ മേലല്ലേ. നമ്മൾ AC മേടിക്കുന്നു, ഫാൻ ഇടുന്നു, 4 നേരം കുളിക്കുന്നു. അപ്പം മരുഭൂമിയിലിരിക്കുന്ന അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് ആദി കയറി. ദൈവമേ, ഞാൻ പറയുന്നു, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളെക്കാളും, നിങ്ങൾക്ക് ആദി ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് എന്തൊക്കെ ഭയമുണ്ടെങ്കിലും, നിങ്ങളെക്കാൾ നിങ്ങളുടെ കാര്യത്തിൽ തീഷ്ണതയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യന്മാർ ഉത്തരം കണ്ടെത്തി, കർത്താവ് ഒരു കാര്യം ചെയ്യാം, കുറച്ച് ദൂരം എന്തായാലും നടക്കാനാണല്ലോ ഇവർക്ക് വിധിച്ചിരിക്കുന്നത്. ഒരു 10 കിലോമീറ്ററോടെ 2 ചുവട് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അടുത്തുള്ള ഗ്രാമത്തിൽ പോയി കഞ്ഞിക്ക് വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ അത്രയും നേരത്തെ ചെന്നാൽ, ശിഷ്യന്മാർ ഞാൻ എൻ്റെ ഭാഷയിൽ പറയാം കേട്ടോ, 10 മണിക്കുള്ളിൽ ചെന്നാൽ ആ കഞ്ഞിക്കകത്ത് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ചെന്നാൽ, അല്ലെങ്കിൽ അവർ അവസാനത്തെ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ചെന്നാൽ ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ അര പ്ലേറ്റ് ചോറെങ്കിലും എവിടെന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ല. ശിഷ്യന്മാരുടെ കാൽക്കുലേഷനാണ്. യേശു പറഞ്ഞു, അവരെങ്ങും പോണില്ല, എൻ്റെ പുറകെ വന്നവനാണോ അവർക്ക് ആവശ്യമുള്ളത് മൊത്തം ഞാൻ കൊടുക്കും. ഞാൻ വീണ്ടും പറയുന്നു, കർത്താവിൻ്റെ പുറകെ വരുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നു, യേശുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് വന്ന് ചാടിപ്പോകുന്നവരല്ല ഞാൻ ഈ പറഞ്ഞത്. കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവരോട്, കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്ന് നിൽക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങളെ വിട്ടേച്ച് ദൈവത്തിന് ഒരു പദ്ധതിയില്ല. നിങ്ങളെ മറന്നൊരു അനുഗ്രഹം ദൈവത്തിനില്ല. നിങ്ങളെ ആമേൻ. ഒഴിവാക്കി ഒരു നന്മ ദൈവത്തിനില്ല. നിങ്ങളെ ആമേൻ. കളഞ്ഞിട്ട് വേറൊരു പരിപാടി ദൈവത്തിനില്ല. മനസ്സിലാകുന്നുണ്ടോ? യേശുവിന്റെ പുറകെ പോകുന്നവർക്ക് യേശുവിന് മനസ്സലിവുണ്ട്. നിങ്ങൾ ദുഃഖിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും കർത്താവ് ഇതൊന്നും കാണുന്നില്ലെന്നാണോ? നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ, നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ, നിങ്ങളെ മറ്റുള്ളവർ പഴി പറയുമ്പോൾ, നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഓർക്കുന്ന, ദൈവമേ അങ്ങതൊന്നും കാണുന്നില്ലേ? ഉണ്ടെന്നേ, കൂടെ ഇരിപ്പുണ്ട്. എന്തിനാ ഇരിക്കുന്നറിയാവോ? ഒരു ദിവസം ഇവരെല്ലാം കാണുക, പിടിച്ചങ്ങ് ഉയർത്തിയിട്ട് ഇതുപോലെ ദൈവം കാണിച്ചു കൊടുക്കും. മനസ്സലിവുള്ള ദൈവം. ആമേൻ. ചേർന്ന് നിൽക്കണം, കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്ന് നിൽക്കുക. യേശു കൂടെ ഉണ്ട്. എപ്പോഴും ഓർത്തോണം, കർത്താവ് അങ്ങേ പിരിഞ്ഞൊരു ജീവിതം എനിക്കില്ലെന്ന് എപ്പോഴും അറിയണം. യേശുവിനെ വിട്ടേച്ചൊരു ജീവിതം എനിക്കില്ല. കർത്താവിൻ്റെ അടുക്കിലേക്ക് അവർ രോഗികളായിട്ടാണ് വന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, പിള്ളേരുടെ ബിസ്ക്കറ്റും കൊണ്ടുവന്ന പാക്കറ്റും ഒക്കെ തീർന്നു കാണും അവരുടെ. അവരോർത്ത് യേശുവിനെ കണ്ടേച്ച് പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചാണ് വന്നത്. യേശു അങ്ങോട്ട് വചനം പറയാൻ തുടങ്ങിയപ്പോൾ നിൽക്കത്തില്ല. ഓവർഫ്ലോ ഉണ്ടായി. വൈകുന്നേരമായി, ശിഷ്യന്മാർക്ക് ആദി കയറി. കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഇത്രയും ദൂരം നടന്നു വന്നവനെ കണ്ടില്ലേ, പിന്നെ തമ്പുരാൻ പറയും, പിന്നെ ആരെ ഞാൻ കാണുന്നത്? അവർക്കുള്ള നിങ്ങളൊന്നും പോകണ്ട, ഞാൻ കൊടുക്കുമെന്ന് അതിൻ്റെ അർത്ഥം. യേശു പറയുക, അവർ പോകേണ്ട ആവശ്യമില്ല. ആ വചനം ഒന്ന് വായിച്ച എല്ലാവരും നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. 16-ാം വാക്യം. യേശു അവരോട്, യേശു അവരോട്, അവർ അവർ പോകാൻ പോകാൻ ആവശ്യമില്ല, ആവശ്യമില്ല. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുന്നെന്ന് പറഞ്ഞു. ആമേൻ. കർത്താവ് പറയാം, അവർ പോകേണ്ട. അതിൻ്റെ അർത്ഥം, എൻ്റെ പുറകെ വന്നവൻ ഏതെങ്കിലും വീട്ടിൽ പോയി, ഞാൻ എൻ്റെ ഭാഷയിൽ അങ്ങ് പറയാം, ക്ഷമിക്കണം, ആഹാരം ഇറക്കേണ്ട കാര്യമില്ല. ഞങ്ങളെ സഹായിക്കണമേ എന്ന് പോയി ഇറക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ ആ ഭാഷ പറഞ്ഞുകൊണ്ട് ക്ഷമിക്കണം, എൻ്റെ വായി വന്നതുകൊണ്ടാണ്. ഇറക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാവുന്ന ഒരു രൂക്ഷമായൊരു ഭാഷയല്ല, ഇറക്കുക. നമ്മൾ അവിടെ പോയി ഒരു ഭിക്ഷക്കാരനെ പോലെ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്, എന്നെ ഒന്ന് സഹായിക്ക്. യേശുവിൻ്റെ പുറകെ പോകുന്നവൻ പറയാൻ ദൈവം സമ്മതിക്കത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം. യേശുവിന് വേണമെങ്കിൽ പത്രോസെ സജഷൻ കൊള്ളാം, ഒരു കാര്യം ചെയ്യ്, ലീഡറായിട്ട് നിൽക്കുക, എന്നിട്ട് ഇവരെ പയ്യെ അങ്ങോട്ട് ഏതെങ്കിലും ഗ്രാമത്തിൽ ചിലപ്പം ചെല്ലുന്ന സമയത്ത് ദുഷ്ടന്മാരായ വീട്ടുകാർ കാണും. അവർ ചിലപ്പോൾ പറയും, പിന്നെ കൊട്ടും പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് പോയിട്ട് യേശു ഒന്നും തന്നില്ലേ? ചിലപ്പോൾ അവൻ 2 കുത്തുവാക്ക് പറഞ്ഞിട്ടായിരിക്കും ഒരു ബണ്ണ് എറിഞ്ഞു കൊടുക്കുന്നത്. ഇത് കേൾക്കേണ്ട ആവശ്യമില്ല കേട്ടോ. യേശുവിനെ അറിയാം. ചിലപ്പം അവർ ചോദിക്കും, ഈ മരുഭൂമി നിങ്ങൾ എന്നെ അടുക്കുമായിരുന്നു? ഉടനെ അവർ പറയും, ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് പോയത് യേശുവിൻ്റെ. അപ്പോൾ അവർ ചോദിക്കും, യേശു ഒന്നും തന്നില്ലേ? തല കുനിച്ച് നിൽക്കേണ്ടി വരും. യേശുവിനെ അറിയാം. അപ്പുറത്തെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പറയും, അല്ലേലും അറിയാം, ഈ കൊട്ടും പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് പോയ നിന്റെ ഗതി ഇതാ, കണ്ടില്ലേ, എൻ്റെയൊക്കെ മുമ്പിൽ നിൽക്കേണ്ട അവസ്ഥ വന്നില്ലേ എന്ന് അവർ പറയുമ്പോൾ യേശുവിന് അത് ഷെയിമാണ്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, യേശുവിന് അത് നാണക്കേടാന്ന് പറ. നിങ്ങൾ കൈ നീട്ടുന്നത് യേശുവിന് നാണക്കേടാണ്. മറ്റുള്ളവന്റെ മുമ്പിൽ യേശുവിനെ വിളിക്കുന്നവൻ തല കുനിക്കുന്നത് യേശുവിന് നാണക്കേടാ. ഓഹ്, എൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഓവർഫ്ലോ വരും. ആരോടൊക്കെയോ കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കും. ഈ ദിവസങ്ങളിൽ ഒരുത്തന്റെ മുമ്പിൽ പോയി കൈ നീട്ടണ്ട.
ഒരുത്തന്റെ മുമ്പിൽ പോയി തലകുനിച്ച് നിൽക്കണ്ട, ഒരുത്തന്റെ മുമ്പിൽ മുട്ടുമടക്കണ്ട. യേശുവിനെ വിളിക്കുന്നവനെ യേശു ഉയർത്തിയിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞ് അങ്ങ് ഉറപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ അതങ്ങ് ആമേൻ. ഏറ്റെടുത്തേ. ആമേൻ. ഏറ്റെടുത്ത് യേശുവിന്റെ ആമേൻ. നാമത്തിൽ. ആമേൻ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവോട് പറയും, ഡേറ്റ് കുറിച്ച് വെച്ചോ. ജോലി മേഖലയിൽ നിങ്ങളുടെ പൊസിഷനുകളെ ചേഞ്ച് ചെയ്യാൻ പോവുക. ആമേൻ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ എന്റെ ഉള്ളിൽ പറയുക, ചിലരുടെ കസേരകളെ ദൈവം എടുത്തു മാറ്റാൻ പോകുക. ഓ, യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഒരു പ്രതീക്ഷയുമില്ല കേട്ടോ, എന്നെ പിടിച്ച് അവിടെ കൊണ്ട് ഇരുത്തുമെന്ന് നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. അതേപോലെ ചില ആമേൻ. താക്കോലുകളെ പരിശുദ്ധാത്മാവ് തരാൻ പോകുക. ആമേൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ആമേൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ എന്നെ കർത്താവ് എന്നെ കാണിക്കുന്നു. എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറയുന്ന, ഫോണിലൂടെ വിളിച്ചിട്ട് നീ ചെയ്താലേ അത് ശരിയാകത്തുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങളെ നിർബന്ധിച്ച് വിളിക്കുന്ന ഒരു ഫോൺ കോൾ ഞാൻ കേൾക്കുക യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ. ആമേൻ. എഴുതി വെച്ചു. ആമേൻ. In the സ്തോത്രം. name of Jesus. നീ വന്നാലേ അത് ശരിയാകത്തുള്ളൂ, നീ ഉണ്ടേലേ അത് നന്നാകത്തുള്ളൂ എന്ന് നിങ്ങൾ തന്നെ. ദൈവം, ഈ മനുഷ്യൻ തന്നെയാണോ അത് പറയുന്നത്? നിങ്ങൾ അതിശയിക്കുന്ന രീതിയിൽ. ഓ, എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഓവർഫ്ലോ വന്നുകൊണ്ടിരിക്കും ഇതിന്റെ അകത്ത്. ഇന്ന് പിടിച്ചോണം, ഏറ്റെടുത്തോണം, ചാടി പിടിച്ചോണം. യേശു പറഞ്ഞ വാക്ക് വെച്ചോണം, അവര് പോകുവാൻ ആവശ്യമില്ല. അതിനർത്ഥം, പത്രോസേ, എനിക്ക് അവരെ ഒരു പിശക്കാരനാക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് അവരുടെ മനസ്സലിവുണ്ട്. എന്റെ പുറകെ വരുന്നവൻ മറ്റുള്ളവന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുവാൻ എനിക്ക് ആഗ്രഹമില്ല. എന്റെ അർത്ഥം നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ പട്ടണത്തിൽ താമസിക്കുന്ന ഈ പുരുഷാരം മരുഭൂമിയിൽ വന്ന് ഈ മരുഭൂമിയുടെ പുറത്തുള്ള പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം. നേരം വൈകിയാൽ പിന്നെ ഏത് കടയാണ് അവിടെ ഉള്ളത്? ഇന്നത്തെ കാലത്ത് തന്നെ നമുക്ക് കടയില്ല. ആ കാലഘട്ടത്തിൽ കടകൾ കുറവാ. ഇനി ഇത്രയും പുരുഷാരത്തിന്റെ പൈസയുണ്ടോ പത്രോസിലേക്ക്? അറിയത്തില്ല. ഇനി അവർ കൊണ്ടേ തന്നെ എല്ലാവരുടെയും ചിലപ്പോൾ പൈസ കാണത്തില്ല. ഇനി അവിടെയുള്ള ഗ്രാമങ്ങളിൽ പോയി ഓരോ വീടുകളിൽ പോയി ഇറക്കണം അവര്. അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അവര് ചോദിക്കും, നിങ്ങൾക്ക് എവിടെ പോയതാ? വീട്ടിൽ കിടക്കാൻ മേലായിരുന്നില്ല? ചിലരങ്ങനെ പറയത്തില്ലേ? എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? എന്തിനാ ഇങ്ങോട്ട് നിങ്ങൾ പോകുന്നത്? യേശുവിന്റെ പുറകെ പോയിട്ട് ഒന്നും യേശു തന്നില്ലേ? ഇതൊക്കെ അവർ ചോദിക്കുമ്പോൾ വേദനിക്കുന്ന ഒരു യേശു ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. കർത്താവിന് അത് ഇഷ്ടമല്ലെങ്കിൽ കർത്താവെ ഞാൻ പോകത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പോകത്തില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ എനിക്ക്, ബ്രദറെ പിന്നെ ഞാൻ എങ്ങനെ നടത്തും? പറ, യേശു എന്നെ നടത്തും. പറ, യേശു എന്നെ നടത്തും. യേശു എന്നെ അങ്ങനെ നടത്തും. പറഞ്ഞ് എണീക്കുക, അങ്ങനെ പറഞ്ഞ് നടക്കണം, അങ്ങനെ പറഞ്ഞ് ജീവിക്കണം. ഇതാണ് മനസ്സലിവ്. എന്നോടുള്ള ദൈവത്തിന്റെ മനസ്സലിവ് ഇതാണ്. ഞാൻ മറ്റുള്ളവർ മുമ്പിൽ തകർന്നിരിക്കുമ്പോൾ അത് കണ്ട് കൈയടിച്ച് നിനക്ക് ആ ഗതി വരണമെന്ന് പറയുന്ന ആളല്ല എൻ്റെ യേശു. എൻ്റെ വേദനയിൽ, എൻ്റെ പ്രയാസത്തിൽ, എൻ്റെ മാനസിക ബുദ്ധിമുട്ടിൽ, എൻ്റെ രോഗത്തിൽ എന്നോട് മനസ്സലിവുള്ള, അങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവേ അങ്ങക്ക് എന്നോട് മനസ്സലിവുണ്ടല്ലോ, എൻ്റെ രോഗത്തിൽ എന്നോട് അങ്ങക്ക് മനസ്സലിവുണ്ടല്ലോ. നിങ്ങൾ തന്നെ പറ, കർത്താവേ ഞാൻ വല്ലാതെ, നിങ്ങൾ അങ്ങ് പറ. അപ്പൊ ഞാൻ വല്ലാതെ വേദനപ്പെടുന്ന, അപ്പൊ എനിക്ക് ആരോടും പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവരെന്നെ കുത്തി വേദനിപ്പിക്കും, അവരെന്നെ കളിയാക്കും, അവരെന്നോട് പറയും, നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്നെ ഇങ്ങനെ വരുന്നു. അവരെന്നോട് ചോദ്യങ്ങൾ ചോദിക്കും. ഇത് കേൾക്കാനല്ലല്ലോ കർത്താവേ നീ എന്നെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ സൗഖ്യമാക്കും, അങ്ങനെ അത്ഭുതം ചെയ്യും, അങ്ങനെ നടത്തും, അങ്ങനെ ഉയർത്തും, അങ്ങനെ മാനിക്കും. എന്തുകൊണ്ടെന്നാൽ എന്റെ പിതാവിന് എന്നോട് മനസ്സലിവുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിക്കുക എന്നുള്ളതല്ല ദൈവത്തിന്റെ പ്ലാൻ എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വചനങ്ങൾ കേൾക്കുമ്പം നമുക്ക് ഈ മർമ്മങ്ങൾ മനസ്സിലാവും. എങ്ങനെയാണ് വചനത്തിലെ അനുഗ്രഹങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നെന്ന് നമുക്ക് മനസ്സിലാവും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇതൊന്നും മറക്കരുത്. കർത്താവിന്റെ പ്ലാൻ അല്ല, പത്രോസ്ലീഹായുടെ പ്ലാനാണത്. ശിഷ്യന്മാരുടെ പ്ലാനാണ്. അവരെവിടെയെങ്കിലും പോയി, ഏതെങ്കിലും വീട്ടിൽ പോയി, ഏതെങ്കിലും വാതിൽ മുട്ടി, വല്ലോം തരണേ, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയവരാണേ, ഞങ്ങൾ പ്രാർത്ഥനക്കാരാണേ, യേശുവിന്റെ പുറകെ പോയവരാണേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് പോയി കേട്ടോ, വല്ലോം തരണേ. അവരെ കളിയാക്കി, നിന്ദിച്ച്, പരിഹസിച്ച് എന്തെങ്കിലും ഇട്ട് കൊടുക്കുമ്പോൾ അവർ പറയുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും. വേദനിക്കുന്നത് അവർക്കല്ല, യേശുവിനാ. തിരിച്ചറിഞ്ഞോണം. ഞാനൊരു പരിഹാസത്തിൽ പെട്ടുപോകുമ്പോൾ എന്നേക്കാൾ വേദന അനുഭവിക്കുന്ന ഒരു യേശു ഉണ്ടെന്നും ആ യേശു എന്നെ പരിഹാസികളുടെ നടുവിൽ മേശ ഒരുക്കുന്ന ഒരു കർത്താവാന്ന് പറഞ്ഞോണം. എഴുതി വെച്ചോണം. പരിഹസിച്ചവരുടെ പേര് എഴുതി വെച്ചിട്ട് അവരെ അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ച്, നിന്റെ ജീവിതത്തിൽ എന്തായി, നിനക്ക് വിശ്വാസമൊന്നും ആയില്ലേ, നിനക്ക് നന്മയൊന്നും ആയില്ലേ, നിനക്ക് മാത്രം എന്നാന്ന് പറഞ്ഞവരുടെ പേരെഴുതി വെച്ച് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഒരു വണ്ടി ഇടിച്ച് അവർ ചാകത്തില്ല, ഒരു രോഗവും വന്നവർ ചാകത്തില്ല, ഒരു കണ്ണും അവരുടെ തകർന്നു പോകത്തില്ല. അവർ പുഷ്ടി പ്രാപിക്കും. എന്തിനെന്നറിയാവോ? നിങ്ങളുടെ അനുഗ്രഹം കാണാൻ വേണ്ടി. നിങ്ങളെ പരിഹസിച്ച ഒറ്റ ആൾക്ക് പോലും പെടുമരണം വരത്തില്ല. കണ്ടോ?
നിങ്ങളെ പരിഹസിച്ച് ഒരുത്തന് പോലും അനർത്ഥം വരത്തില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ എനിക്കാണെങ്കിൽ ഇങ്ങനെ, എന്നെ കളിയാക്കുന്നവനാണെങ്കിൽ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട് അവന്റെ കാഴ്ച കണ്ണാടി വെക്കുന്നവൻ ഇപ്പൊ കണ്ണാടിയും വെക്കണ്ട, അവന് നല്ല കാഴ്ചയാ. എന്നെ കളിയാക്കിയവനാണെങ്കിൽ അങ്ങോട്ട് വളരുക ബ്രദറെ, അവൻ ആരോഗ്യപരമായിട്ട് വളരുക. അവന്റെ കൈക്കും കാലിനും കണ്ണിനും മൂക്കിനും വായിക്കും ഒന്നും ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല ബ്രദറെ, അവൻ പുഷ്ടി പ്രാപിക്കുക. അപ്പൊ നിങ്ങൾക്ക് സങ്കടം വരരുത്. അവന് ദൈവം പുഷ്ടി കൊടുക്കുന്നത്, അവന്റെ കണ്ണ് കാണണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത്, അവന്റെ ചെവി കേൾക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നത്, അവൻ അനുഭവിക്കണം നിങ്ങളെ ദൈവം ഉയർത്തുന്നത്. അതുകൊണ്ടാണ് അവന് പെടുമരണമൊന്നും വരാത്തത്. മനസ്സിലായോ? ആമേൻ. നമ്മൾ ചിന്തിക്കും, ബ്രദറെ എന്നെ പരിഹസിക്കുകയും എന്നെ കളിയാക്കുകയും എന്നെ കുത്തുവാക്ക് പറയുകയും ചെയ്തിട്ടൊന്നും ഒരു കുഴപ്പമില്ല ബ്രദറെ. നമ്മൾ അങ്ങനെയല്ല പറഞ്ഞത്, ഒരു കുഴപ്പമില്ല. അവൻ ഒരു കുഴപ്പവും വരാത്തതെന്നറിയാവോ? അവനെ ദൈവം നിർത്തിയിരിക്കുന്നതാ. ചിലപ്പോൾ അവൻ കണ്ണടഞ്ഞു അവന്റെ കാഴ്ച പോയാൽ നിങ്ങളുടെ നന്മ എങ്ങനെ കാണും? നിങ്ങളെ പരിഹസിച്ച് നിങ്ങളെ കളിയാക്കിയ, നിങ്ങൾ യേശുവിന്റെ പുറകെ പോയിട്ട് ഒന്നും കിട്ടിയില്ലെന്ന് നിങ്ങളെ പുറകെ നടന്നവന്റെ ഓർമ്മശക്തി പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അവൻ കാണും? വചനം പറയുന്നൊരു വാക്യമുണ്ട്, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ ഇതുവരെ തോന്നിയിട്ടില്ലാത്തതിനെ താരുന്നൊരു ദൈവം ഉണ്ടെന്ന് കാണിക്കണം. ദൈവത്തിന് വില കൊടുക്കണം, വില കൊടുക്കണം, വില കൊടുക്ക്, വില കൊടുക്ക്. ആമേൻ. ഇല്ലാത്ത സമയം ഉണ്ടാക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി. ബ്രദറെ എനിക്ക് ഒട്ടും സമയമില്ല, അവിടെ കിടന്നു പട്ടണത്തിൽ. അങ്ങനെ ഉള്ളവൻ അവിടെ കിടക്കത്തേ ഉള്ളൂ. പക്ഷെ പട്ടണം വിട്ട് യാത്ര ചെയ്ത് ആ മരുഭൂമിയിൽ ചെന്ന് യേശുവിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ, കർത്താവിന്റെ വചനം പറഞ്ഞ് എന്റെ അടുക്കൽ വരുന്നവനെ കർത്താവ് പറയും ഞാൻ കൈവിടത്തില്ല കേട്ടോ. ഇപ്പൊ മനസ്സിലായോ? മുറുക്കെ അങ്ങോട്ട് കർത്താവ് പിടിക്കും, മുറുക്കെ അങ്ങോട്ട് പിടിക്കും. ഈ ദിവസങ്ങളിൽ കേട്ട വചനമൊന്നും പാടല്ല കേട്ടോ. ഈ ദിവസങ്ങളൊന്നും കൈക്കൊണ്ട ഒരു പ്രാർത്ഥനയും പാടല്ല. ഇതെല്ലാം അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്, ഇതെല്ലാം അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ഞാൻ ഉറപ്പിച്ച് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പറയുക, ഒരു സമയത്ത് ഞാൻ കേട്ട വചനങ്ങളൊക്കെ ഞാൻ ഓർത്തു കർത്താവ് ഒന്നും കാണുന്നില്ല, മുഴുവൻ കാർമേഘമാ. പക്ഷെ ഒരു ദിവസം ആ കാർമേഘങ്ങളെല്ലാം മാറി വർഷം തോറും ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അന്ന് കേട്ടതെല്ലാം ഇന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, അന്ന് പറഞ്ഞതെല്ലാം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ പിന്നെയും ഞാൻ കേൾക്കാൻ തുടങ്ങി, പിന്നെയും ഞാൻ പറയാൻ തുടങ്ങി, പിന്നെയും ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു മർമ്മമായിരുന്നു. കർത്താവ്, ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച്, കർത്താവിന് എന്നോട് മനസ്സലിവുണ്ട്. നിങ്ങളുടെ വിഷയത്തിൽ ദൈവത്തിന് നിങ്ങളോട് മനസ്സലിവുണ്ട്. ഇത് നിങ്ങളുടെ മനസ്സിൽ കണ്ടെന്ന് പ്രാർത്ഥിച്ച് ഈ വചനങ്ങൾ മുഴുവൻ മനസ്സിൽ കണ്ടേ. രോഗം മാറാൻ വേണ്ടിയാണ് വന്നത് അവര്, പക്ഷെ ഇന്ന് വയറ് നിറച്ച് ഭക്ഷണവുമായിട്ട് കഴിച്ച് തൃപ്തിരായിട്ടാണ് പോകുന്നത്. 12 കൊട്ട ശേഷിപ്പ് നമുക്കറിയാം. ആ വചനം നമ്മൾ എടുക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി പറഞ്ഞിട്ടുള്ളത് ആ വചനം. ഇന്ന് അവർ വയറ് നിറഞ്ഞ് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റുമായിട്ട് കൊച്ചിൻ്റെ അടുത്ത് അത് കൊടുത്തിട്ട് ചിലപ്പോൾ ഉപവാസത്തോടെ ആയിരിക്കും അമ്മയും ഹസ്ബൻഡും വന്നത്. അല്ലെങ്കിൽ കഴിക്കാൻ ആഹാരം ചിലപ്പോൾ കാണത്തില്ല. രോഗം ഉള്ള പൈസ എല്ലാം ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടായിരിക്കും അവർ വന്നത്. വൈദ്യന്മാരെ എല്ലാം കണ്ട് ചികിത്സിച്ചിട്ട് മടുത്തിട്ടായിരിക്കും ഇല്ലാത്ത കാശും പിടിച്ച് അവർ. ചിലപ്പോൾ ഞാൻ ചിന്തിക്കുക, അവർ വള്ളത്തിൽ യേശു പോയതുപോലെ, അവിടെ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, യേശു പടകിൽ കയറി നിർജ്ജന പ്രദേശത്ത് പോയെന്ന് പറഞ്ഞത്. ചിലപ്പോൾ പടകിൽ പോകാനുള്ള പൈസ അവർക്കില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അവർ കാൽനടയായിട്ട് വന്നത്. കുതിരവണ്ടി ഉണ്ടായിരിക്കും അവിടെ, കാളവണ്ടി ഉണ്ടായിരിക്കും അവിടെ, കഴുതപ്പുറത്ത് പോകാമായിരുന്നു, പക്ഷെ അതിന് പൈസ ഇല്ലാത്തവരായിരിക്കും അവർ, അതുകൊണ്ട് അവർ കാൽനടയായിട്ട് വന്നു. ചിലപ്പം രോഗം മൂർച്ഛിച്ച ആൾക്കാരും ആ കൂട്ടത്തിൽ കാണും, നടക്കാൻ പറ്റാത്തവരും കാണുമായിരിക്കും, ദുഃഖത്താലും അതിദുഃഖത്താലും മാനസിക ബുദ്ധിമുട്ടിലുള്ളവരും കാണും. അവരത്രയും ദൂരം യാത്ര ചെയ്ത് വന്നപ്പോൾ യേശു തൻ്റെ ദുഃഖം മറന്നു. തന്നെ സ്നാനപ്പെടുത്തിയ സ്നാപക യോഹന്നാൻ, തനിക്കറിയാവുന്ന എലിസബത്തിന്റെ മകൻ, തനിക്ക് വളരെ സ്നേഹബന്ധമുള്ള യോഹന്നാൻ, തൻ്റെ മരണവാർത്ത അറിഞ്ഞിട്ടും കർത്താവ് അത് മറന്നത് തൻ്റെ പുറകെ വരുന്നവന്റെ ഹൃദയത്തിലെ വേദന കാണുമ്പോൾ യേശു എല്ലാം മറക്കും. ഞാൻ വീണ്ടും പറയുന്നു, കർത്താവിന്റെ പുറകെ പോകുന്നവന്റെ പുറകെ വരുന്ന യേശു. ആമേൻ, ആമേൻ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ദൈവത്തെ വിളിക്കുന്നവൻ തല കുനിക്കാൻ, ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ബ്രദർ ഈ കണക്കിന് പോയാൽ ഞാൻ തല കുനിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയാലും തമ്പുരാൻ സമ്മതിക്കത്തില്ലെന്നേ. തമ്പുരാൻ സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ സ്വഭാവങ്ങളിൽ ഒത്തിരി പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ തകരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം പറയാം, ഞാൻ സമ്മതിച്ചാലേ നീ തകരത്തുള്ളൂ, ഞാൻ അനുവദിച്ചാലേ ഉള്ളൂ. മനസ്സിലാവുന്നു? യേശു പറഞ്ഞൊരു വാക്കുണ്ട്. പിലാത്തോസ് പറഞ്ഞു, നിന്നെ വിട്ടയപ്പാൻ എനിക്ക് ശക്തി ഉണ്ടെന്ന് പിലാത്തോസ് പറയുക. പിതാവ് പറയാ, കർത്താവ് പറയാ, പൊന്നു സഹോദര, ഉയരത്തിന്ന് നിനക്ക് എന്നെ ഇന്ന് നിന്റെ മുമ്പിൽ നിർത്താൻ കർത്താവ് സമ്മതിച്ചത് കൊണ്ട് മാത്രമാ നീ വലിയ ആൾ വിളിക്കുന്നത് ഇവിടെ ഇരുന്നുകൊണ്ട്. പുള്ളി പറയാണ്, എനിക്ക് നിന്നെ വിട്ടയപ്പാൻ വരെ പവറുണ്ട്. യേശു പറയാണ്, നിന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ ദൈവം അനുവദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിനക്ക് എന്റെ മുമ്പിൽ പോലും നിൽക്കാൻ പറ്റത്തില്ല.
മനസ്സിലായി? അതാ യേശു പറഞ്ഞതിന്റെ അർത്ഥം. നിനക്ക് എന്റെ മുമ്പിൽ നിൽക്കാൻ പോലും പറ്റത്തില്ല ഹെരോദാവേ, പിലാത്തോസേ. നിനക്കൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ദൈവം അനുവദിച്ചു കൊടുത്തോണ്ട് മാത്രം. കാര്യം മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടി. മനസ്സിലായോ? ദൈവം നിങ്ങളെ നശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെന്നൊരു ഏറ്റവും വലിയ തെളിവാ യേശുവിന്റെ ക്രൂശ്. ദൈവത്തിന്റെ പ്ലാനേ നടക്കത്തുള്ളൂ. എന്റെ കൂടെ പറഞ്ഞ ദൈവത്തിന്റെ പ്ലാനേ നടക്കത്തുള്ളൂ എന്ന് പറ. ദൈവത്തിന്റെ പ്ലാനേ നടക്കത്തുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ പ്ലാനുകളെ നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കണം. അതനുസരിച്ച് വേണം ഓരോ സ്റ്റെപ്പും വെക്കാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, രോഗികളായി ഭാരപ്പെടുന്നവർ യേശുവിന്റെ നാമത്തിൽ ആ കരവെടുത്ത് രോഗമുള്ള ഭാഗത്തോട്ട് വെച്ചിട്ട് പറ, എൻ്റെ യേശുവിന് ഇഷ്ടമല്ലാത്ത എനിക്ക് വേണ്ട. എൻ്റെ യേശുവിന് ഇഷ്ടമല്ലാത്ത രോഗം എനിക്കും വേണ്ട. ഞാനതിനെ ക്യാൻസൽ ചെയ്യുന്നു. പുതിയ അവയവങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ തന്നെ പ്രാർത്ഥിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ പുതിയ അവയവങ്ങൾ നിങ്ങളുടെ ശരീരത്തോ കൽപ്പിച്ചു പറ. ഷുഗറിനോടും പ്രഷറിനോടും ട്യൂമറിനോടും ക്യാൻസറിനോടും രോഗബന്ധനത്തോടും തളർച്ചയോടും ബലഹീനതയോടും ഒക്കെ നിങ്ങൾ കൈവച്ചിട്ട് പറ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവിന് എന്നോട് മനസ്സലിവുണ്ട്. ഞാൻ കരയുന്നത്, ഞാൻ വിഷമിക്കുന്നത്, ഞാൻ ദുഃഖിക്കുന്നത്, ഞാൻ പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ കർത്താവിന് സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റത്തില്ലപ്പ. അതൊന്ന് അറിഞ്ഞിട്ട് വേണം പ്രാർത്ഥിക്കാൻ അങ്ങോട്ട്. അല്ലാതെ ഞാൻ കരയുമ്പോൾ കർത്താവ് അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുമല്ല. കർത്താവിന് എന്നോട് മനസ്സിലും അപ്പം അങ്ങ് എന്നെ കാണുന്നല്ലോ. അപ്പം അങ്ങ് എന്നോട് കാണിക്കുന്ന കരുണയ്ക്കായി സ്തുതി. അങ്ങ് എന്നോട് കാണിക്കുന്ന എല്ലാ നന്മകൾക്കുമായി സ്തുതി. അങ്ങ് എന്നോട് കാണിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിന് നന്ദി. ഞാൻ വീണ്ടും പറയുന്നു, മസിലി പിടുത്തമൊക്കെ അങ്ങ് വിട്. ആരെ കാണിക്കാന്? മനുഷ്യനെ സന്തോഷിപ്പിച്ചിട്ട് ഒന്നും കിട്ടത്തില്ല. ഈ മനുഷ്യൻ നിങ്ങളെ പുറകിൽ നിന്ന് കുത്തും. മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാ. ദൈവത്തെ ഒന്ന് പ്രസാദിപ്പിച്ചേ. എൻ്റെ കർത്താവേ, എനിക്കറിയാപ്പാ അങ്ങ് എന്നെ സ്നേഹിക്കുന്നു. ഇന്ന് രോഗികൾ സൗഖ്യമാകുകയാണ്. എത്ര മാരക രോഗവും സൗഖ്യമാകും. എത്ര മാരക രോഗവും അത്ഭുതമാകും. യേശു ജീവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗികളെ ഞങ്ങൾ സൗഖ്യമാക്കുന്ന കർത്താവേ, ബന്ധനങ്ങളെ ഞങ്ങൾ അഴിക്കുന്ന യേശുവേ, പീഡിതരെ ഞങ്ങൾ വെടിവിച്ചയക്കുന്നപ്പ. കുരന്മാർക്ക് കാഴ്ച നിന്ന് കണ്ണാടി വെക്കുന്നവരൊക്കെ ഒന്ന് തീരുമാനിച്ച്, ഞാൻ ഇനി കണ്ണാടി വെക്കാതെ തന്നെ കാഴ്ച കാണും. നിങ്ങളൊന്ന് നമ്മുടെ ശരീരത്തെ നമ്മൾ നിന്ന് ഒരു പരീക്ഷണ വസ്തുവാക്കാൻ വേണ്ടി പോവാം. ഏറ്റവും നല്ലൊരു നിങ്ങൾക്ക് വിശ്വാസം പഠിക്കാൻ ഏറ്റവും നല്ലൊരു സ്ഥലം ഏതെന്നറിയോ? നിങ്ങളുടെ ജീവിതവും ശരീരവുമാണ് ഏറ്റവും നല്ല സ്ഥലമാണ്. വേറെ ഒന്നും പോകണ്ട. നിങ്ങൾ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കാൻ നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ജീവിതമാണ്. നമുക്ക് ഏറ്റവും നല്ല, ആരോടും ചോദിക്കേണ്ട കാര്യം, ഒരാളുടെ അനുവാദം ചോദിക്കണം. ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ? വേണ്ട. ഒരു അനുവാദം വേണ്ട സ്ഥലമാണ് നമ്മുടെ ജീവിതം. എനിക്കറിയത്തില്ല ഉള്ളിൽ അങ്ങനെ വന്ന കണ്ണാടി വെക്കുന്നവർ കണ്ണെ വെച്ച് പ്രാർത്ഥിച്ച്, കണ്ണാടി വെക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, കണ്ണാടി എടുത്താൽ കാഴ്ചയില്ല എന്ന് തീരുമാനിച്ച്, എൻ്റെ യേശുവേ, എൻ്റെ കണ്ണ് ദൈവത്തിൻ്റെ കൃപയാല. ഞാൻ ഉണ്ടായപ്പോൾ ദൈവം കണ്ണാടി വെച്ചുകൊണ്ടല്ല എന്നെ ഭൂമിയിലേക്ക് അയച്ചത്, പിന്നീട് ഞാൻ രോഗിയായത്. അങ്ങനെയെങ്കിൽ എൻ്റെ യേശുവിനെ അത് റീസ്റ്റോർ ചെയ്യാൻ കഴിയും. പറ, പുതിയ അവയവങ്ങൾ സൃഷ്ടിക്കുന്ന ദൈവം. അങ്ങനെ ഈ ദിവസങ്ങളിൽ നമ്മൾ വിശ്വസിക്കാൻ പോകും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞു, ഇൻസ്റ്റന്റ്ലി ക്രിയേറ്റീവ് മിറക്കിൾസ് നടക്കാൻ പോവുക. ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായി തന്നെ പെട്ടെന്ന് സംഭവിക്കുന്നത്. ക്രിയേറ്റീവ് മിറക്കിൾസ് എന്ന് പറഞ്ഞാൽ പുതിയതുണ്ടായി വരാൻ പോവുക, പുതിയ അവയവങ്ങൾ ഉണ്ടായി വരാൻ പോവുക, പുതിയ കാര്യങ്ങൾ നടക്കാൻ പോവുക, പുതിയ കണ്ണുകൾ ഉണ്ടായി വരാൻ പോവുക. പഴയ കേടായ കണ്ണിനെ റിപ്പയർ ചെയ്യുന്ന പരിപാടി, തമ്പുരാന് റിപ്പയറിംഗ് ഷോപ്പ് ഇല്ല. ദൈവത്തിന് റിപ്പയറിംഗ് ഷോപ്പ് ഇല്ല. പകരം പുതിയതിനെ സൃഷ്ടിക്കുന്നവനാ. മരിച്ചവനെ ഉയർപ്പിക്കുന്ന ദൈവമാ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ദൈവം. നിങ്ങളുടെ ശരീരത്തോടെ കേൾവിയോട് പറ, അയ്യോ ഇത് പ്രായമാകും ബ്രദറെ, അങ്ങനെയാ, കേൾവിയെ കുറയും. 80 വയസ്സുള്ള അപ്പച്ചനായ മോശേനെ 40 വർഷം മരുഭൂമിയിൽ ഉടുപ്പ് മുഷിയാതെ ചെരുപ്പ് തേയാതെ നടത്താൻ ഈ ദൈവത്തിന് പറ്റിയെങ്കിൽ പ്രായമൊക്കെ ആർക്കാകുന്നത്? 80 വയസ്സുള്ള അപ്പച്ചനാണോ വലുത്? 16 വയസ്സുള്ള ചെറുപ്പക്കാരനാണോ സ്ട്രോങ്? നിങ്ങൾ പറ. 20 വയസ്സുള്ള ചെറുപ്പക്കാരനാണോ സ്ട്രോങ്? 80 വയസ്സുള്ള അപ്പച്ചനാണോ സ്ട്രോങ്? നിങ്ങൾ പറയും 20 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. പക്ഷെ ബൈബിള് പറയുന്നത് മോശയാ സ്ട്രോങ്. കാരണം 20 വയസ്സുള്ള ചെറുപ്പക്കാരന്മാരെല്ലാം ക്ഷീണിച്ച് മരുഭൂമിയിൽ പട്ടുപോയപ്പോൾ ദൈവത്തോട് പറ്റിയിരുന്നവൻ നേരെ നടക്കാൻ തുടങ്ങി. അവന്റെ ചെരുപ്പ് തേഞ്ഞില്ല, വസ്ത്രം മുഷിഞ്ഞില്ല. അവൻ കടലിനെ കീറി ആകാശം തുറന്ന് ജനത്തിന് മന്ന കൊടുക്കുവാൻ ദൈവം ഉപയോഗിച്ച മോശ. ആമേൻ. അങ്ങനെയെങ്കിൽ പ്രായമല്ല ഇവിടെ വിഷയം, കർത്താവാണ് വിഷയം, യേശുവാണ് എൻ്റെ വിഷയം, ദൈവമാണ് എൻ്റെ വിഷയം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നിറയട്ടെ, അത്ഭുതങ്ങൾ നിറയട്ടെ, അടയാളങ്ങൾ നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തകർന്ന ഭാവി തുറക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവ് ഇന്ന് ലീലാൻഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിയ കുടുംബത്തിന് വേണ്ടി തകർന്ന അവസ്ഥകൾ മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, in the name of Jesus Christ.
ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാനോട് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ഒരു രഞ്ജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരു നിയോഗം തരുക. രഞ്ജിത്തിനെ ദൈവം ആള് മാറിയവനെ പോലെ ആക്കാൻ പോകുക. രഞ്ജിത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ രാജ്യങ്ങളുടെ നന്മ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുക. അവന്റെ പാസ്പോർട്ടുകളിൽ സീല് വീഴാൻ പോകുക. ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമം. എനിക്കറിയാം എൻ്റെ ഉള്ളിൽ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കും, വലിയൊരു ഓവർഫ്ലോ ഇതിൻ്റെ അകത്തുണ്ട്. യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം നടക്കുകയാണ്. അസാധാരണം. അവിടെ കൈവച്ചെന്ന് പറ, ഇനി എനിക്ക് രോഗിയായിരിക്കാൻ പറ്റത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കേട്ടു, എന്നോട് മനസ്സലിവുള്ളൊരു ദൈവം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മോളി മാമ എന്ന് വിളിക്കുന്ന, മോളി മാമി എന്ന് വിളിക്കുന്ന ഒരു പേര് ഞാൻ കേട്ടോണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ ഒരു വിളിയാണ് നിങ്ങൾ വിളിക്കുന്നതായിട്ട് ഞാൻ കേൾക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിലോട്ട് കർത്താവ് എന്നെ കാണുന്ന ഒരു കാഴ്ച. ആ കുടുംബത്തിൻ്റെ അകത്ത് യേശുവിൻ്റെ നാമത്തിൽ നല്ലൊരു ശരീരമുള്ള വലിപ്പമുള്ള ഒരു ആൻറ്റിയാട്ടം ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിലേക്ക് കർത്താവ് നിങ്ങളെ ഇന്ന് പറഞ്ഞയക്കാൻ പോകുക. യേശുവിനത് ആ കുടുംബത്തിൻ്റെ അകത്തെ ശാപങ്ങളെ പൊട്ടിച്ച് ആ കുടുംബത്തിലെ തലമുറകൾക്ക് ഒരു അനുഗ്രഹമായി തീർക്കുവാൻ ദൈവം നിങ്ങൾ അയക്കാൻ പോകുക. ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഏപ്രിൽ 12 എന്ന് പറഞ്ഞ മാസവുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് പ്രതികരിച്ചോണം. ഏപ്രിൽ 12 ഈ ജനന ദിവസമായിട്ട് ബന്ധപ്പെട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സൂമിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി കർത്താവ് വലിയൊരു കാര്യം ചെയ്യാൻ പോകുക. ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, വലിയ കാര്യങ്ങളെ കർത്താവ് ഇന്ന് ചെയ്യാൻ പോകുക. കർത്താവ് ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന. അപ്പോൾ ഈ ദിവസങ്ങളിൽ സാമ്പത്തികമായി ഞെരുങ്ങി നിൽക്കുന്നവരോട് ഞാൻ ഒന്ന് കൽപ്പിക്കാൻ പോവുക. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ വരാൻ പോവുക. യേശു തന്ന അധികാരത്തിന് റിലീസ് ചെയ്യുന്നപ്പോൾ നന്മ തുറന്നു വരട്ടെ, നന്മകൾ തുറന്നു വരട്ടെ, പുതിയ ജോലി മേഖല തുറന്നു വരട്ടെ, വരുമാന മാർഗങ്ങൾ വർദ്ധിക്കട്ടെ, ആരോഗ്യം വർദ്ധിക്കട്ടെ, കുടുംബത്തിൽ സമാധാനം നിറയട്ടെ. യേശുവിന്റെ രോഗശക്തികളെ ഞങ്ങൾ ആത്മാവിൽ വെട്ടിവിടുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നിറയട്ടെ, ദൈവ പ്രവൃത്തിയിൽ നിറയട്ടെ. പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ തകർന്നു പോകുവാനല്ല യേശു എന്നെ കണ്ടത്. എന്റെ കൂടെ പറഞ്ഞത് നശിക്കാനല്ല യേശു കണ്ടെന്ന് പറ. നശിക്കാനല്ല യേശു കണ്ടത്. ഉറപ്പിച്ചോണം, 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 ഉറപ്പിച്ചോണം. നിങ്ങൾ ഉറപ്പിച്ചോണം. എന്റെ ബ്രദറെ, എന്റെ അവസ്ഥ ബ്രദറിന് അറിയാൻ വേണ്ട, അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. അതൊന്നും യേശുവിന് അറിയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ അവസ്ഥ അവിടെ പറയേണ്ട ഒരു കാര്യമില്ല. എല്ലാം അറിയാവുന്ന ആളവിടെ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ യേശുവിന്റെ അടുക്കലാണ് നമ്മൾ നിൽക്കുന്നത്. യേശുവിന്റെ അടുക്കലാണ് നിൽക്കുന്നത്. അതാ ബോധം വേണം. ഞാൻ യേശുവിന്റെ മകളാ. ഞാൻ ഉയർന്നില്ല പിന്നെ ആര് ഉയരാനാ? നിങ്ങൾ അനുഗ്രഹിച്ചില്ല പിന്നെ ആരനുഗ്രഹിക്കപ്പെടാനാ? നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടായില്ല പിന്നെ ഈ ലോകത്തിൽ ആർക്കും അത്ഭുതം ഉണ്ട്? ദൈവത്തിന്റെ പുറകെ പോകുന്നവനെ ഉയർത്തിയില്ല പിന്നെ ദൈവം ആരെ ഉയർത്തും? നിങ്ങൾ തീരുമാനിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് സാക്ഷ്യങ്ങൾ ആർക്കെങ്കിലും പറയണമെങ്കിൽ പ്രാർത്ഥനാ വിഷയമല്ല, നമ്മൾ ഒരുമിച്ച് അതിൻ്റെ മേൽ ജയം എടുത്തു കഴിഞ്ഞു. സാക്ഷ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഈ സമയം ഉണ്ടെങ്കിൽ ഉള്ളവർക്ക് പറയാം. അതിനുശേഷം നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങളെ പറയാൻ വേണ്ടി പോവാണ്. ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ, പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, എന്റെ പേര് രമ എന്നാണ്. എന്റെ സഹോദരന്റെ ഭാര്യയുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. 2 ആഴ്ച മുന്നേ ആൾക്ക് ഒരു വയ്യായ്ക വന്നു. തലവേദനയായിട്ടായിരുന്നു തുടക്കം. അത് പിന്നീട് നിർത്താതെ ഉള്ള ഛർദിയായി. അങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 1, 2, 3, 4 ദിവസം കഴിഞ്ഞിട്ട് ഛർദി മാറണില്ല, തലവേദനയും മാറണില്ല, വയറുവേദന വന്നു, വയറിളക്കം വന്നു, പിന്നെ എണീക്കാൻ ബുദ്ധിമുട്ട്, നടക്കാൻ പറ്റണില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. ഡോക്ടർമാര് പലരും വന്നിങ്ങനെ മരുന്നൊക്കെ മാറി മാറി ചെയ്തതിന്റെ പേരിൽ 5ാമത്തെ ദിവസമായപ്പോൾ ഛർദി തലവേദനയ്ക്കൊക്കെ ഒരു കുറവ് വന്നു. അങ്ങനെ അവിടുന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നെങ്കിലും കൂടി പിറ്റേ ദിവസം വീണ്ടും തലവേദനയും വന്നു, ഛർദിയും വന്നു, ഈ ബുദ്ധിമുട്ടുകളൊക്കെ വീണ്ടും വന്നു. അപ്പൊ അതിനെ തുടർന്ന് വേറെ പ്രൈവറ്റ് ആസ്പത്രിയിൽ പോയി. അവിടെ ചെന്ന് തല CT സ്കാൻ ചെയ്തു. അത് ചെയ്തിട്ടും ആള് ശരിക്കും മനസ്സിലായില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇനി തണ്ടലിൽ നിന്ന് കുത്തിയെടുത്ത് ഒരു ടെസ്റ്റിന് അയക്കണം എന്ന് പറഞ്ഞു. അത് ആ ആസ്പത്രിയിൽ പറ്റില്ല, വേറെ ആസ്പത്രിയിൽ പോകണം എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് തൃശ്ശൂരുള്ള ഒരു ആസ്പത്രിയിൽ പോയി. അവിടെ ഈ ടെസ്റ്റിന് എടുത്ത് അയച്ചു. അത് അയച്ചപ്പോ തന്നെ ഞാൻ ഈ പ്രാർത്ഥന ഞാൻ യൂട്യൂബിലാണ് കേൾക്കാറ്. ഇപ്പൊ ഇത് സാക്ഷ്യം പറയാൻ വേണ്ടി ഞാനിപ്പോ
ഇപ്പൊ ഇതിലിങ്ങനെ കേറിയതാണ്. ആ ടെസ്റ്റിന് അയച്ച ആ നിമിഷം തുടങ്ങി ഞാൻ ഇതിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. റിസൾട്ട് സമാധാനപരമായുള്ള ഒരു വാർത്ത കേൾക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പൊ ഇന്നലെയാണ് ആ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നത്. അപ്പൊ ഡോക്ടർ ഹോസ്പിറ്റലിൽ വിളിച്ചിരുന്നു. റിസൾട്ടിന് ചെന്നു, ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഈ കഫക്കെട്ടിന്റെ ഇൻഫെക്ഷൻ കൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ വന്നത്, വേറെ കുഴപ്പങ്ങളില്ല, അത് മരുന്നുമ്മേ സാവകാശം മാറി പോകും, പേടിക്കണ്ട, വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് റിസൾട്ട് വന്നു. അപ്പൊ എനിക്ക് നല്ലൊരു ആശ്വാസം, സമാധാനമായി. അപ്പൊ അത് ഇതില് പറയണമെന്ന് എനിക്ക് തോന്നി, ഞാൻ പറയാണ്. തീർച്ചയായിട്ടും പറയും. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഭാരമാണ്, ഭയമായിരുന്നു. നമുക്ക് അത് വലിയൊരു രോഗമായി തീരുമോ? എന്നാൽ ഞാൻ വീണ്ടും പറയുന്നു, രോഗമായി തീരും എന്നുള്ള ഭയം മാത്രമല്ല, ഇനി എന്തോ ആണെങ്കിലും ആ റിസൾട്ട് കർത്താവിന്റെ കുറവ് അങ്ങനെ വെച്ചിട്ട് ഭയം വിട്ടുമാറിയതിന് നന്ദി പറയുന്നു. അനുകൂലമായി തന്നെ എല്ലാ കാര്യങ്ങളും റിസൾട്ടും എല്ലാം വന്നതിന് നന്ദി പറയുന്നു. കർത്താവ് ഇനി മുന്നോട്ട് ആ മകൾ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിനേക്കാൾ ഉപരി ദൈവത്തിന്റെ ശക്തിയാൽ മടങ്ങി വരുന്നതിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. 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 ബ്രദറെ ആമേൻ. പറഞ്ഞു ബ്രദറെ പറഞ്ഞു ഞാൻ ഇന്നൊരു പ്രാർത്ഥനാപേക്ഷ വാട്സാപ്പിൽ കൂടെ ചെയ്തിരുന്നു. ലിസമ്മ മോന്റെ ഒരു ജോലി പ്രശ്നം പറഞ്ഞു. ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കുവോ? നമ്മളത് പ്രാർത്ഥിച്ചായിരുന്നു ആൻറ്റി. ഞാനത് പ്രാർത്ഥിച്ചിരുന്നു. നമ്മൾ സാധാരണഗതിയിൽ നമ്മളത് പ്രാർത്ഥിച്ചു. ഞാനത് വാട്സാപ്പിൽ തന്നെ അത് പ്രാർത്ഥിച്ചായിരുന്നു. ആദ്യമായിട്ടാണ് ആൻറ്റി പ്രാർത്ഥനയ്ക്ക് പങ്കുചേരുന്നതുകൊണ്ടാണ്. നമ്മളത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇനി മുതൽ നമ്മൾ അതിൻ്റെ മേൽ സ്തോത്രം ചെയ്യുകയാണ് പതിവ്. നമുക്ക് ഒരുമിച്ച് ആ വിഷയത്തിൻ്റെ മേൽ നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. കർത്താവേ, മകൻ്റെ വിഷയം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വാട്സാപ്പിൽ ഞങ്ങളത് കണ്ടു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞല്ലോ യേശുവേ. ഞങ്ങൾ ഇന്ന് അതിൻ്റെ മേൽ ജയം എടുത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ തന്നെ പ്രാർത്ഥനയുടെ റിസൾട്ട് മകൻ്റെ ജോലി മേഖലയിൽ ഞങ്ങൾ കാണും. ഇന്ന് ഒരു പ്രയർ റിക്വസ്റ്റ് ആയിട്ടാണ് വന്നതെങ്കിൽ നാളെ സാക്ഷ്യം പറയുവാൻ യേശു ബലപ്പെടുത്തും. കർത്താവ് അത് പ്രാർത്ഥനയ്ക്ക് മറുപടി ചെയ്തു കഴിഞ്ഞല്ലോ, ദൈവം അത് ഇടപെട്ട് കഴിഞ്ഞല്ലോ. മകളുടെ ജീവിതത്തിൽ പ്രിയ മാതാവ് നന്മ കാണും, മകന്റെ നന്മ കാണും. അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, പറഞ്ഞു. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, പ്രാർത്ഥിക്കണം. ഷിജിസ്റ്ററൊക്കെയാണോ പറയുന്നത്? അത് 2-3 പേര് ഫോൺ ഓഫ് ആക്കി. ഷിജിസ്റ്ററൊക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഷിജിസ്റ്ററും സഹിച്ചാനും എനിക്ക് വളരെ നാളുകളായിട്ട് പരിചയം. കർത്താവിൻ്റെ കൃപയാൽ അവരുടെ ഭവനത്തിൽ വർഷങ്ങളായിട്ട് കർത്താവിനെ ഇന്ന് സ്തുതിക്കുവാനും കുടുംബത്തിൽ വചനം കർത്താവിനെ സുവിശേഷീകരിക്കുക. എൻ്റെ തുടക്ക സമയങ്ങളിലൊക്കെ നമുക്ക് ആരംഭത്തിലൊക്കെയും പ്രാർത്ഥനയിലും വചനത്തിലുമൊക്കെ ക്രിസ്തുവിൽ അവരെ വളർച്ച കാണുവാനും അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കാണുവാനും ഒക്കെ ദൈവം ഇടയാക്കിയ കുടുംബമാണ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ ഷിജിസ്ട്രയും സൈച്ചാനെയും സലമാൻ്റെയും എല്ലാം നമുക്ക് അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് അവരുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മളെപ്പോഴും പറഞ്ഞൊരു വചനമുണ്ട്, ദൈവം തക്ക തുണയെ കൊടുക്കുന്ന. ബൈബിളിൽ പറഞ്ഞേക്കുക തക്ക തുണ. അടുത്ത വാക്യം പറയുന്നു, ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടും. ആദത്തിന് ദൈവം തക്ക തുണയെ കൊടുത്തു. വീണ്ടും പറയുന്നു, ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടും. കർത്താവ്, ഞങ്ങൾ ഈ 2 വചനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അവരുടെ വെഡിങ് ആനിവേഴ്സറി കർത്താവ് ഇവർ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. നന്ദിയുള്ളവർ. നമുക്കറിയാം, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ, നമ്മുടെ ബർത്ത്ഡേകളായിക്കോട്ടെ, ഒരു ആഘോഷത്തെക്കാൾ ഉപരി ദൈവസന്നിധിയിൽ നമ്മൾ നന്ദി പറയണം. കാരണം നമുക്ക് ദൈവം ഒരുമിച്ചിരിക്കാം. പല ബന്ധങ്ങളും ലോകത്തിൽ മുറിഞ്ഞു പോകുമ്പോൾ, പലതും നഷ്ടപ്പെട്ട് പല ജീവിതങ്ങളും സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ പോകുമ്പോൾ കർത്താവിൻ്റെ ഐക്യതയിലും പ്രത്യേകിച്ച് ആ കുടുംബം കർത്താവിൽ വളരുവാനും വചനത്തിലും പ്രാർത്ഥനയിലും വളരുവാനും കർത്താവ് ഇത്രത്തോളം നടത്തി. ഇനിയും ദീർഘായുസോടെ ഇനിയും കർത്താവിനെ സ്തുതിച്ച് അവരുടെ കുടുംബം കാണുന്നവരൊക്കെ യേശു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം എന്ന് പറയത്തക്കവണ്ണം ഫാമിലിയെ ദൈവം അനുഗ്രഹിക്കുന്നല്ലോ. തലമുറകൾ 2നെയും കർത്താവ് അനുഗ്രഹിക്കുന്നല്ലോ. പ്രിയ സലമാനെ അനുഗ്രഹിക്കുന്ന കുടുംബത്തിൽ ദേശത്ത് പ്രകാശിക്കുന്ന ഒരു വിളക്കായി സ്വർഗം കണ്ടതിന് നന്ദി. ഞങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ അനുഗ്രഹിക്കുന്ന കർത്താവ്, അസൂയ തോന്നുമാറ് ദൈവം അവരെ ഉയർത്തുന്നതിന് നന്ദി. അവരുടെ കുടുംബജീവിതത്തെ ഉയർത്തുന്നതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. 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 പറഞ്ഞു കേൾക്കാമോ? പറഞ്ഞു ഒരു മിനിറ്റ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം പറഞ്ഞു. എനിക്ക് വളരെയധികമായിട്ട് മാനസികപ്രയാസം ഉണ്ടാക്കിയ വിഷയം. അതെ. ആ വിഷയത്തിന്മേൽ അത് നമ്മുടെ ഭാഗത്ത് നല്ല മിസ്റ്റേക്ക് ഒന്ന് അന്ന് തന്നെ തെളിഞ്ഞു. 1. 2, ഇന്ന് രാവിലെ
കലക്ടറിനെ വിളിച്ചിട്ട് എന്താ ഇന്നലെ മീറ്റിങ്ങിന് പുറകെ പോയിരുന്നത്, ഞാൻ ശ്രദ്ധിക്കായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഒന്ന് പനിയായിരുന്നു, രണ്ട് മാഡം അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എങ്ങനെയാന്നൊക്കെ അവരോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന രീതിയിലാണ് ഞാൻ ജോലി ചെയ്തത്, അതുകൊണ്ടാണ്. ഓക്കെ, ഈ കക്ഷി പരാതിക്കാരൻ ഹൈക്കോടതിയിൽ പോയി കേസും കൊടുത്തു. ഇന്ന് രാവിലെ കേസ് കൊടുത്തു. ഇന്ന് ഉച്ചയ്ക്ക് 1:30 കേസ് വിളിച്ചു. വൈകുന്നേരം ആയപ്പോൾ കേസ് തള്ളിപ്പോവുകയും ചെയ്തു. കർത്താവ് ബ്രദർ പറഞ്ഞതുപോലെ ഫോക്കസ് ഓൺ ജീസസ് ക്രൈസ്റ്റ്. ഞാനത് എൻ്റെ കർത്താവ് വലിയവൻ, എൻ്റെ കർത്താവ് സകലത്തിൽ വലിയവൻ, എൻ്റെ കർത്താവാണ് സകലത്തിൽ വലിയവൻ ഞാൻ പറഞ്ഞു. അതായത് 2 ദിവസമായിട്ട് ബസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ പിതാവ് യേശു ക്രിസ്തുവാണ് സകലത്തിൽ വലിയവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ, ജോലി ചെയ്യുന്നതിനിടയ്ക്കൊക്കെ മനസ്സിലും പറഞ്ഞുകൊണ്ടിരിക്കും. യഥാർത്ഥ സമയത്ത് നടക്കുവാണെങ്കിലൊക്കെ തന്നിട്ടാൻ പറഞ്ഞു. കർത്താവ് വലിയവനാണ്, വീണ്ടും വലിയവൻ, സകലത്തിലും വലിയവൻ. വെറുതെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിയ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ നന്ദി. ആമേൻ. പ്രിയ തോമസ് ബാർ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം വളരെ ഭാരപ്പെട്ട ഒരു വിഷയമാണ്. അദ്ദേഹത്തിനെതിരെ ഒരു കേസ്, ഒരു ആരോപണം ഉണ്ടായി. ഇപ്പം പറഞ്ഞതുപോലെ തന്നെ കോടതിയിൽ കേസായി. അദ്ദേഹം എന്നെ വിളിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു വാക്കിങ്ങനെ പറഞ്ഞു, ഫോക്കസ് ഓൺ ജീസസ്. യേശുവിലേക്ക് ഫോക്കസ് ചെയ്യുക. അദ്ദേഹം അത് ഏറ്റെടുത്തു. കേക്ക് മാത്രമല്ല, ആ നിമിഷം തന്നെ കർത്താവിലേക്ക് ആ വിഷയത്തിലേക്കല്ല, ഭാരത്തിലേക്കല്ല. ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്താൽ ഭാരം വരും. യേശുവിലേക്ക് ഫോക്കസ് ചെയ്താൽ ഭാരം യേശു എടുക്കും. എന്നൂടെ ഞാൻ പറയാം, നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്താൽ നമ്മൾ ആ ഭാരം എടുക്കേണ്ടി വരും, ഉറപ്പാ. യേശുവിലേക്ക് തിരിഞ്ഞാൽ യേശു ആ ഭാരത്തെ എടുക്കും. പ്രിയപ്പെട്ടവർ പറഞ്ഞ പോലെ തന്നെ ആ വിഷയം ഭയങ്കര വിഷയമാണ്. പക്ഷെ അത് യേശുവിലേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ എന്ന് കേട്ടതുപോലെ രാവിലെ കേസ് കൊടുത്തു ഹൈക്കോടതിയിൽ. വൈകുന്നേരം അപ്പോൾ കേസ് തള്ളിപ്പോയി. കാര്യം ഫോക്കസ് ഓൺ ജീസസ് എന്ന് പറഞ്ഞ ആലോചന യേശുവിലേക്ക് ഫോക്കസ് ചെയ്തപ്പം കർത്താവ് ആ വിഷയത്തെ തള്ളിക്കളഞ്ഞു. കോടതിയല്ല തള്ളിയത്, യേശു അത് തള്ളിക്കളഞ്ഞെന്ന് കേൾക്കുവാൻ ഇടയായി തീർന്നു. കൊടുത്ത അത്ഭുതത്തിന് നന്ദി, സാക്ഷ്യത്തിന് നന്ദി, ഇനിയും മാനിക്കുന്നതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കുണ്ട് സാക്ഷി. ഹലോ, പറഞ്ഞു ആന്റി. കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഞാൻ കഴിഞ്ഞ മാസത്തിൽ ഞാനൊരു പ്രാർത്ഥന പറഞ്ഞ എന്റെ സഹോദരന്റെ ഭാര്യയ്ക്ക് ക്യാൻസറിനെ കുറിച്ച് നമ്മൾ കൂട്ടമായി പ്രാർത്ഥിച്ചതാണ്. ഞാൻ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇന്നലെ ടെസ്റ്റ് ആയിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ല, പൂർണ്ണമായിട്ടും ദൈവം വിടുതൽ കൊടുത്തിട്ടുള്ളത്. കഴുത്തു ഭാഗത്തായിരുന്ന 6 കീമോ എടുത്തതായിരുന്നു. പക്ഷെ ഇന്നലത്തെ ടെസ്റ്റിൽ ഒരു കുഴപ്പമില്ല, അത്ഭുതമായിട്ട് അതിനൊരു പാട്. അതായത് നമ്മൾ കഴിഞ്ഞ 2 മാസം തൊട്ട് ഞാൻ എന്റെ സഹോദരന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ രോഗമായിരുന്നു. നമ്മൾ അതിനെ കുറിച്ച് പ്രാർത്ഥിച്ചതാണ് കൂട്ടായിട്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ട് പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ട്. ഞാനും ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പൊ ഇന്നലെ മെനഞ്ഞാന്ന് വെള്ളിയാഴ്ച നാളിൽ അതിന്റെ ടെസ്റ്റ് ആയിരുന്നു, അവസാനത്തെ ടെസ്റ്റ് ആയിരുന്നു. ടെസ്റ്റിന് പോയി ചെന്നപ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ, അവിടെ ഒരു പാട് പോലും ഇല്ലാതെ അത്ഭുതകരമായിട്ട് ആ രോഗത്തിൽ നിന്നും വിടുതൽ കിട്ടിയിരിക്കുവാണ്. ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട്. എല്ലാവരും യേശുവിനെ സ്തുതിച്ചാട്ടെ. യേശുവിനെ പ്രിയ ലീലാന്റി പറഞ്ഞ സാക്ഷി നിങ്ങൾ എല്ലാവരും ദൈവത്തെ സ്തുതിക്കേണ്ട ഒരു സാക്ഷ്യമാണ്. കേട്ടതുപോലെ തന്നെ 2 മാസം ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, വിശ്വാസ പ്രഖ്യാപനം പറഞ്ഞുകൊണ്ടിരുന്നു, കർത്താവിന്റെ തിരുമുറിവിനുള്ള സൗഖ്യം സംഭവിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു മിനിറ്റ്, നിങ്ങൾ ഒരു കാര്യം കൊണ്ട് പറയാം. നിങ്ങൾ ഒരാൾ സംസാരിക്കുമ്പോൾ കഴിവതും നിങ്ങൾ മ്യൂട്ട് ചെയ്യണം മൈക്ക്. വെച്ചാൽ എനിക്കിവിടെ ക്ലിയർ ആകുന്നില്ല പലപ്പോഴും. ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ മറ്റാളുകൾ എനിക്കറിയാം അടുത്തൊക്കെ പറയാൻ വേണ്ടി ആയിരിക്കും. നിങ്ങളത് മ്യൂട്ട് മാറ്റി വെക്കുന്നത്, കഴിവതും നിങ്ങളത് മ്യൂട്ട് ചെയ്യുക. കാര്യം നമ്മൾ ചിലപ്പം വീടിൻ്റെ അകത്തെ ഫാൻ്റെ സൗണ്ടും എല്ലാം അത് ചിലപ്പം ഒരു ക്ലിയർ ആകാതെ വരും. കഴിവതും ശ്രദ്ധിക്കുക. ലീലാൻഡി പറഞ്ഞ സാക്ഷ്യം നമ്മൾ ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുകയാണ് കേൾക്കാത്തവർക്ക് വേണ്ടി. 2 മാസം മുമ്പ് ക്യാൻസർ ആയിരുന്ന പ്രിയ സഹോദരി, ആ നിമിഷം മുതൽ നമുക്കറിയാം സഹോദരി ആ വചനമൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് ലാസ്റ്റത്തെ ടെസ്റ്റും കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞത്, ഒരു പാട് പോലും അവിടെ ഇല്ലാതെ വണ്ണം. ഒരു ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞേ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ പാട് പോലും ഇല്ലാതെ വണ്ണം 2 മാസം കൊണ്ട് കർത്താവ് ഇന്ന് നമ്മൾ കേൾപ്പിച്ച ടെസ്റ്റ് കംപ്ലീറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പാട് പോലും ഇല്ലാതെ വണ്ണം പൂർണ്ണ സൗഖ്യം ക്യാൻസറിന്റെ മേലെ യേശു കൊടുത്തതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
കർത്താവ് ഇനിയും ഇനിയും ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാക്യമുണ്ട്, നമ്മൾ ഈ കേൾക്കുന്ന വചനമൊന്നും വെറും വാക്കല്ല, ഇതിന് ശക്തിയുണ്ട്. ഇത് ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ പ്രവൃത്തി നടന്നിരിക്കും. നിങ്ങൾ ഈ കേൾക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നു, ആമേൻ. കർത്താവ് നിങ്ങളെ മാനിച്ചിരിക്കും. ഞാൻ വെറുതെ പറയുമല്ല, ആമേൻ. വെറുതെ പറയുമല്ല. വചനം ആമേൻ. പറയുന്നവനും വചനം സ്വതന്ത്രം കേൾക്കുന്നവനും അനുഗ്രഹിക്കപ്പെടുമെന്ന വചനം പറയുന്നത്. കേൾക്കുന്നവനും പറയുന്നവനും അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ഉയർച്ച ആമേൻ. തന്നെ പ്രാപിക്കത്തുള്ളൂ. കർത്താവെ കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഞാൻ ഒരു കാര്യം പറഞ്ഞു. പറയായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ നേരത്തെ നമ്മുടെ വീട്ടിനും പ്രോപ്പർട്ടിക്കും ഒക്കെ ജപ്തി നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോ ഞാനപ്പോ എപ്പോഴും ഈ വീട്ടിൽ അവര് വിളിക്കുകയും വരുവൊക്കെ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോ ഞാൻ എപ്പോഴും പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ ആ വചനം പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ അത് പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോ എപ്പോഴും അവര് വിളിക്കും ബാങ്കിൽ നിന്ന്, ഇടക്കിടക്കൊക്കെ വീട്ടിൽ വരും. വന്നിട്ട് അവരിങ്ങനെ ഓരോ ദിവസം വരുമ്പോഴും അവര് പറയും 7 ഡേയ്സിനുള്ളിൽ ഞങ്ങള് ലീഗലായിട്ട് മൂവ് ചെയ്യുന്നു ഒക്കെ ഇങ്ങനെ പറയും. അപ്പൊ എന്നോട് ഇങ്ങനെ അത് പറയുമ്പോൾ ഹസ്ബൻഡ് ഇപ്പോഴല്ലേ ജോലി ആയത്. അപ്പോ ഞാൻ പറഞ്ഞു അത്രയും വലിയൊരു എമൗണ്ട് ഇപ്പൊ നമുക്ക് അടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അവര് വന്നിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ചെയ്തോട്ടെ. അവരൊരു ബാങ്ക് മാനേജർ, ഒരു വ്യക്തിയാണല്ലോ, അല്ലാതെ ദൈവത്തിന് എല്ലാം വലുതായി ഒന്നുമില്ല. അതുകൊണ്ട് അവർക്ക് പറ്റുവാണെങ്കിൽ അവർ ചെയ്തോട്ടെ, ജപ്തി ചെയ്യുവാണെങ്കിൽ ചെയ്തോട്ടെ, നമുക്ക് അതിലൊന്നും ഒരു പേടിയും വേണ്ട. ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ട്, ആ പദ്ധതി മാത്രമല്ലേ എന്നും വിജയിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. 2 ദിവസം മുന്നേ ബാങ്കിലുള്ള വേറൊരു സ്റ്റാഫ് അമ്മയെ കണ്ടപ്പോ അമ്മയോട് പറഞ്ഞു, അവര് ജസ്റ്റ് നിങ്ങളെ ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ജപ്തി ചെയ്യാനൊന്നും വരുമൊന്നുമില്ല, അതൊക്കെ ദൈവത്തിന്റെ ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങോട്ട് അമ്മയോട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് വല്ലാത്ത സന്തോഷമായി. അമ്മ എന്നോട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു ബാങ്കിലത്തെ വേറൊരാൾ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ദൈവത്തിനേക്കാളും വലുതൊന്നും അല്ല ബാങ്ക് മാനേജർ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ ഏകദേശം 3 മാസത്തോളായി അവർ ഓരോ 7 ഡേയ്സ് കഴിയുമ്പോഴും ഞങ്ങളെ അമ്മയെ വിളിച്ചൊന്നു. കാരണം പൊതുവെ അങ്ങനെയാണല്ലോ, നമ്മളെ പേടിക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പേടിപ്പിക്കാൻ ആളുണ്ടാവുമല്ലോ. അപ്പൊ അമ്മയ്ക്കൊരു എന്താ പറയണ്ട, ഒരു കൂസലും ഇല്ലാതെ നമ്മുടെ ധൈര്യത്തിൽ, നമ്മളിവ കേൾക്കുന്ന പ്രാർത്ഥനയുടെയും വചനത്തിന്റെയും ഒക്കെ ധൈര്യത്തിൽ അമ്മയ്ക്ക് ഞാൻ അയച്ചു കൊടുക്കും. അമ്മയും കേൾക്കുന്നുണ്ട്. അപ്പൊ അമ്മ ആ ധൈര്യത്തിൽ അമ്മയും അങ്ങ് പറയാം അവരോട്. പക്ഷെ ഇപ്പം ഇതുവരെ ആരും വന്നിട്ടോ ഒന്നും ചെയ്തിട്ടോ ഒന്നുമില്ല. പക്ഷെ ഇപ്പം അവര് തന്നെ ഇങ്ങോട്ട് പറയാ, ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് പറയുന്നതാണെന്ന് അവര് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വല്ലാത്തൊരു അത്ഭുതം പോലെയായിരുന്നു. കാരണം ദൈവത്തിന്റെ ഓരോരോ ഇടപെടലുകൾ നടക്കുന്നത്. നമുക്ക് അടക്കാനില്ല എന്ന് നമ്മൾക്ക് അറിയാം. നമ്മുടെ പ്രോപ്പർട്ടി നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്, അത് വിറ്റാൽ മാത്രമേ നമുക്ക് അത് ക്ലോസ് ചെയ്യാൻ പറ്റൂ എന്ന് ഞങ്ങൾ ആദ്യമേ അവരോട് പറഞ്ഞതായിരുന്നു. അപ്പോൾ അവർ ഓരോ മാസവും ഓരോരോ എമൗണ്ട് എഴുതിയിട്ട് ഞങ്ങൾക്ക് അത് അയക്കും, ഞങ്ങളെ ഒന്ന് പേടിപ്പിച്ചിട്ട് പോവും. അങ്ങനെ ഇപ്പൊ പക്ഷെ ആരും വരുന്നുമില്ല, ആരും അതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ല. ഇപ്പൊ ഏകദേശം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 2 മാസം കഴിഞ്ഞു, ആരും ഒന്നുമില്ല. ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ ആണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ആമേൻ. അപ്പൊ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഒരു ജപ്തിയുടെ വക്കീലായിരുന്നത് വലിയ ഭാരപ്പെട്ടതാണ് ആ വസ്തുവിന്റെ വിഷയത്തിന്റെ മേൽ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പ്രതീക്ഷ ക്രിസ്തുവാണ്. പ്രിയമക്കൾ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് ബാങ്കിൽ നിൽക്കുന്ന ഒരാൾ തന്നെ പറഞ്ഞു, ചെയ്യുന്നൊന്നുമില്ല, ഭയപ്പെടുത്താൻ ഒരു വാക്കുകൾ പറഞ്ഞ് എല്ലാം ദൈവത്തിന്റെ ഇല്ല. നമ്മുടെ മുമ്പിൽ വേണമെങ്കിൽ ആ മനുഷ്യനെ അങ്ങനെ പറയിപ്പിക്കാതെ വീണ്ടും നമ്മുടെ ഉള്ളിൽ ഒരു ഭാരം തന്ന് ഇടാം. പക്ഷെ ദൈവമായിട്ട് തന്നെ സംസാരിപ്പിച്ചതാണ്. കാരണം ഭാരപ്പെടേണ്ടെന്നും കൺഫർമേഷനാണ്. ഒരു നന്മയും നഷ്ടപ്പെട്ടു പോകത്തില്ല, ഒരു നന്മയും നഷ്ടപ്പെട്ടു പോകത്തില്ലെന്ന് ദൈവം നമുക്ക് ഉറപ്പിച്ചു തന്നതാണ്. ഭയപ്പെടുത്തുക എന്നുള്ളത് പിശാചിന്റെ തന്ത്രമാണ്. പക്ഷെ അതിൻ്റെ അകത്ത് അത്ഭുതം ചെയ്യുക എന്നുള്ളത് ദൈവത്തിന്റെ ശക്തിയാണ്. പ്രിയ സിസ്റ്റർ ആശം പറഞ്ഞ പോലെ തന്നെ ആ വചനം പറയുമ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, ആ വചനം ഈ ദിവസങ്ങളിൽ സാമ്പത്തിക മേഖലയിൽ തൊടും. ആ സ്ഥലത്ത് മാത്രമല്ല, ഇനിയും സ്ഥലങ്ങൾ കൈവശമാക്കുവാൻ ദൈവം സഹായിക്കും. പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 എനിക്കൊരു പറഞ്ഞു സാക്ഷ്യം ബ്രദറെ. പറഞ്ഞു ഡിസംബറില് എനിക്കിങ്ങനെ എൻ്റെ ചുണ്ടിന് താഴെയായിട്ട് ഒരു ചെറിയ എന്തോ ഒരു തടുപ്പ് പോലെ തോന്നി. എനിക്ക് തൊട്ടപ്പോ ഒരു ഉണിര് പോലെ തോന്നി. അപ്പൊ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രില് മോള് വന്നപ്പോ ഞാനത് പോണേയില്ല, എന്താന്ന് അറിയുന്നില്ല പറഞ്ഞു. അതൊന്നും സാരമില്ല പറഞ്ഞു. പക്ഷെ ഞാന്
വെറുതെയെങ്കിലും ഇരുന്നിട്ട് 2 ദിവസം ഇരുന്നിട്ട് അത് പോണേ പോണേന്ന് പറഞ്ഞ് ഇങ്ങനെ യേശുവിനെ വിളിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അത് ഇപ്പൊ പൂർണ്ണമായിട്ട് പോയി ബ്രദറെ. ആമേൻ. നന്ദി കർത്താവ്. ഇന്ന് പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞതുപോലെ ഒരു മഴ പോലെ വന്നു. നമുക്കറിയാം ഒരു മഴ വരുമ്പോൾ തന്നെ നമ്മുടെ അകത്ത് ഭയങ്ങളും ആകുലകളും, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ ഈ സോഷ്യൽ മീഡിയ വർക്കാവുന്നതുകൊണ്ട് നമ്മൾ എവിടെ നോക്കിയാലും മാരക രോഗങ്ങളിലേക്കാണ് നമ്മളെ ഗൈഡ് ചെയ്യാൻ നോക്കുന്നത്. നമ്മുടെ അകത്ത് ഭയം കയറും. എന്നാൽ ഭയത്തെ ഓവർകം ചെയ്തു എന്ന് മോളോട് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞു സാരമില്ല, എങ്കിലും നമ്മുടെ അകത്തൊരു ഭയം. പക്ഷേ ആൻറ്റി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. സഹോദരിയോടെ കൈവച്ച് പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ഒന്നും കൂടാതെ തന്നെ ആ മുഴ അവിടെ നിന്ന് മാറിപ്പോയി. ആ ഒരു തടുപ്പ് മാറിപ്പോയി. അങ്ങനെയെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, നിങ്ങൾ തന്നെ കൈവെക്കണം. നിങ്ങളുടെ ശരീരത്ത് ഏറ്റവും നല്ല, ഞാൻ വിശ്വാസം പഠിക്കുവാൻ, വിശ്വാസത്തിൽ വളരുവാൻ ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ശരീരവും നമ്മുടെ ജീവിതവുമാണ്. ആരോടും പെർമിഷൻ വേണ്ട. നിങ്ങൾക്ക് തന്നെ കൽപ്പിക്കാം. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ, വിശ്വാസത്തിൻ്റെ ശക്തിയെ റിലീസ് ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വലിയൊരു സാക്ഷ്യം തന്നെയാണ്. അതിനെ ലഘൂകരിച്ച് കാണുന്നില്ല. അതൊരു കുഞ്ഞു മുഴയാന്നായിക്കോട്ടെ, പക്ഷെ ആ മുഴയുടെ മേൽ ജയം എടുക്കുവാൻ പ്രാർത്ഥനകൾ കഴിഞ്ഞു. അത് ഇനി അനേക രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു അനുഗ്രഹമായി, അഭിഷേകമായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. എന്നെ ഒന്നും കൂടെ പറയാനുണ്ട്. ഇനി എൻ്റെ ബൂത്ത് കിടക്കണ, എനിക്ക് ഇലക്ഷൻ സ്ലിപ്പ് കൊടുക്കണം. ആ ബൂത്ത് കിടക്കുന്നത് ഒരു 8 വാർഡിലായിട്ടാണ്. അപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞ എന്നെ കൊണ്ട് പകുതിയെങ്കിലും കൊടുക്കാൻ സാധിക്കും തോന്നുന്നുണ്ടോ ചോദിച്ചേ. കഴിയുമോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കഴിയുമെന്ന് അറിയില്ല, നോക്കാൻ ശ്രമിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ എല്ലാ വാർഡുകളും കാലുകൊണ്ട് തന്നെ നടന്ന് 750 സ്ലിപ്പും കൊടുത്തു കഴിഞ്ഞു ബ്രദറെ. എനിക്കതിൽ നല്ലതുണ്ട്. പക്ഷെ വയ്യായി ഒന്നും നോക്കിയില്ല. എല്ലാം അവിടെ നടന്ന് ഈ ചുട്ട് വെയിൽ തന്നെ പോയി കൊടുത്തിട്ട് വന്നു. അതും ദൈവത്തിന് നന്ദി പറയണം. ദൈവം ആമേൻ. കൂടെയുണ്ട്. തീർച്ചയായിട്ടും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞതുപോലെ തന്നെ കാലുകളിലൂടെ തന്നെ നടന്നു പോയി തന്നെ, അത് അവർ ചോദിച്ചു ഇതുകൊണ്ട് നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച ചോദ്യത്തിൻ്റെ നടുവിൽ തന്നെ ആ പറഞ്ഞതുപോലെ എല്ലാ ഭവനങ്ങളിലും ചെന്നത് കൊടുക്കുവാൻ ആ കാലുകൾ തന്നെ ദൈവം ബലം കൊടുത്തു. കർത്താവ് ഇന്ന് എവിടെയാണോ ബുദ്ധിമുട്ടുള്ളത്, എവിടെയാണോ ബലഹീനതയുള്ളത്, അവിടെ തന്നെ കർത്താവിൻ്റെ ശക്തിയാൽ സാധിച്ചു. കർത്താവ് കൊടുത്ത ധൈര്യത്തിനും ശക്തിക്കും നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സിസ്റ്റർ പറഞ്ഞതിന് എനിക്ക് ആമേൻ. പറഞ്ഞു ശാന്ത സിസ്റ്റർ പറഞ്ഞതിന് എനിക്കൊരു കൂട്ടിച്ചേർക്കലുണ്ട്. കാര്യം അത് വളരെ ഗൗരവമായിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ശാന്ത സിസ്റ്റർ പറഞ്ഞത്. അത് ഇപ്പൊ ഇന്ന് തിരുവനന്തപുരത്ത് ഡയറക്ഷൻ 25 പേരെ സസ്പെൻഡ് ചെയ്യാൻ നടത്താണ് ഡയറക്ഷൻ വന്നിരിക്കുന്നത്. അത് കർത്താവിന്റെ കൃപയാൽ അത് കൊണ്ടുപോയതിനൊപ്പം നന്ദി പറഞ്ഞു. കർത്താവ് ചെയ്തു അതിനൊപ്പം നന്ദി പറഞ്ഞു. ആമേൻ. ആമേൻ. ബ്രദറെ പറഞ്ഞു. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇവിടെ ഹലോ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഞാൻ. കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഹലോ കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഷീനസ്റ്റർ പറഞ്ഞു, കേൾക്കുന്നുണ്ട്. ഷീനസ്റ്റർ കേൾക്കുന്നുണ്ട് ഞാൻ, പറഞ്ഞു. കട്ടായി കുറച്ച് ദിവസം മുന്നേ ഇവിടെ UAE ഭയങ്കര മഴയായിരുന്നല്ലോ. അത് ഞാൻ വിട്ടുപോയതാ ആ ഒരു ടെൻഷനില്. അപ്പോ അത് ഭയങ്കര മഴയായിരുന്നില്ലേ, അപ്പം ഒത്തിരി വെള്ളം കയറി, ഒത്തിരി നല്ല മഴയായിരുന്നു. അതെന്ന് വെച്ചാല് അവര് പറയുന്നുണ്ട് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ശരിക്കുള്ള മഴ പെയ്തത്. ഇത്രയും നാള് ക്ലൗഡ് സീഡിങ് ഉപയോഗിച്ചിട്ടാണ് മഴ പെയ്തതെന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് ഒരു രാത്രി മുഴുവൻ ആ റോഡില് ബസ്സില് അവരിയ്ക്കുന്നതിന്റെ അരയോളം ഭാഗത്തില് വെള്ളം കയറി അതിലായിരുന്നു ബസ്സിൽ ഉണ്ടായിരുന്നത്. ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമായിരുന്നു രാത്രിയില്. അപ്പൊ ഞാൻ എപ്പോഴും പുള്ളിയോട് ഇങ്ങനെ പറയുമായിരുന്നു എല്ലാ കാര്യങ്ങളും എപ്പോഴും പ്രാർത്ഥിക്കണം. അപ്പൊ വചനങ്ങളൊന്നും അങ്ങനെ ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും. അപ്പൊ എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷനാ. അപ്പൊ ഞാൻ എപ്പോഴും ഓരോരോ വചനങ്ങൾ ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോ അത് ഒരു പ്രാവശ്യം ജസ്റ്റ് വായിക്കും. അപ്പൊ എന്നോട് പറയും ഇനി നീ പ്രാർത്ഥിച്ചോളാൻ പറയും എന്നോട്. അപ്പൊ എനിക്കിങ്ങനെ ഭയങ്കര വിഷമായിരുന്നു. ഞാൻ പറഞ്ഞു എന്റെ ദൈവമേ ഒന്നും വരുത്തല്ലേ. കാരണം ചുറ്റുപാടും വെള്ളം കയറിയിട്ട് ഒത്തിരി നാശനഷ്ടങ്ങൾ വന്നു. അപ്പം ബസ്സിൽ ഒത്തിരി പേരുണ്ട്, പക്ഷെ ഇവരെ കൊണ്ടുപോകാൻ എങ്ങനെയും പറ്റുന്നില്ല. വണ്ടിയൊക്കെ മുങ്ങിക്കിടക്കാം. ബസ്സിൽ തന്നെ ഇവരുടെ അരയോളം വെള്ളം എന്ന് പറയുമ്പോൾ ഒത്തിരി വെള്ളം കയറിയല്ലോ. അപ്പോ രാത്രി മുഴുവൻ നിന്നിട്ട് ഞാൻ ഒരു ടൈം കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോ ഹസ്ബൻഡ് എന്നോട് പറയാ ഞാൻ ഇതൊക്കെ വീഡിയോ എടുക്കാം,
നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ദൈവത്തിന്റെ അത്ഭുതങ്ങളല്ലേ നമ്മളെ അടുത്ത് നടക്കുന്നത്. ഒരു വെള്ളവും ഞങ്ങളെ ആരെയും ഒന്നും ചെയ്യുന്നില്ല. വെള്ളമൊക്കെ അവിടെ കൃത്യമായി ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടില്ല. പുള്ളിക്ക് കാലിനൊക്കെ അലർജിയുടെ പ്രോബ്ലം ഉള്ളതാ. അപ്പൊ എനിക്ക് അതൊക്കെ ആലോചിച്ച് ടെൻഷൻ ആയിരുന്നു. പക്ഷെ ഒരു കുഴപ്പമില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ വെള്ളമൊക്കെ പോയ ശേഷം ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങ് വന്നു. പക്ഷെ അതിന്റെ പേരിൽ ഒരു അലർജിയുടെ പ്രോബ്ലമോ ഒന്നുമില്ലായിരുന്നു. എന്നിട്ട് എല്ലാം മൊത്തം വീഡിയോ എടുത്തിട്ടാ വന്നത്. എന്നോട് പറയാ, രാത്രിയിൽ ആ വെള്ളത്തിൽ ഇരിക്കുമ്പോ നമുക്ക് ഫുള്ള് വീഡിയോ ഒക്കെ എടുത്ത് വെക്കണ്ടേ, ഇതൊക്കെ ഒരു ഓർമ്മയായിട്ട്. ദൈവം നമ്മുടെ കൂടെ ഇല്ലേ, പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നീ അതൊന്നും ആലോചിച്ചൊരു ടെൻഷൻ അടിക്കണ്ട. കാരണം ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്നോട് പറഞ്ഞു, ആ പ്രാർത്ഥനയൊക്കെ ദൈവസന്നിധിയിൽ നേരത്തെ എത്തിക്കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ടെൻഷന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ അതിന് ഒരുപാട് സന്തോഷം. എനിക്ക് ദൈവത്തോട് ഒത്തിരി ആമേൻ. നന്ദി പറയുന്നു ഞാൻ. അത്രയും ആമേൻ വലിയ സിസ്റ്റർ. മഴയും പ്രശ്നങ്ങളും ആയിരുന്നു ഇവിടെ. ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. അലർജിയുടെ പ്രോബ്ലംസ് ഒക്കെ ആൾക്കാർക്ക് വന്നുകൊണ്ടിരിക്കുക വെള്ളത്തിന്റെ. ആമേൻ. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം UAE ഇപ്പോൾ നടക്കുന്ന ആ ഒരു വലിയ പ്രോബ്ലം, വെള്ളത്തിൻ്റെ പ്രോബ്ലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഭീകരമായ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അത് അവസ്ഥയിലും കാലുകൾക്ക് അലർജി ഉണ്ടെങ്കിലും കർത്താവിൻ്റെ കൃപയാൽ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അലർജിക്ക് സാധ്യതയുണ്ട്, പക്ഷെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, വിശ്വാസത്തിന് ശക്തിയുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ ആ വെള്ളത്തിൽ നിന്ന് സമയത്തും കാലുകൾക്ക് ബുദ്ധിമുട്ട് വരേണ്ടതാണ്, സ്വാഭാവികമായിട്ടും വരേണ്ടതാണ്. പക്ഷേ കൃപയാൽ ആപത്ത് കൂടാതെ കർത്താവ് കാലുകളെയും ശരീരത്തെയും സൂക്ഷിച്ചു. ആപത്തോ അനർത്ഥങ്ങളോ വരാതെ ദൈവം സൂക്ഷിച്ചു. കർത്താവിൻ്റെ കൃപയാൽ നമുക്കിന്ന് UAEക്ക് വേണ്ടി ഒന്നുകൂടെ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങൾ അറിയാത്ത മനുഷ്യർ അനേകരുണ്ട്, അറിയുന്നവരും അനേകരുണ്ട്. കർത്താവ്, ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപ്പോൾ ആ വെള്ളക്കെടുതിയിൽ ആർക്കും ആപത്തോ അനർത്ഥങ്ങളോ നഷ്ടങ്ങളോ വരാതെ യേശുവെ അത് ഒഴിഞ്ഞു പോകുവാൻ പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവ്, ഇത് പ്രകൃതിയാണല്ലോ അപ്പാ. പ്രകൃതിയുടെ മേൽ മനുഷ്യന് ജയമില്ല, പക്ഷെ ദൈവത്തിന് ജയമുണ്ട്. ആ കാലാവസ്ഥ, ആ വെള്ളക്കെട്ടുകളൊക്കെയും മാഞ്ഞു പോകട്ടെ, അത് സ്വസ്ഥമാകട്ടെ. ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ദൈവം അതിൻ്റെ മേൽ ജയം കൊടുക്കുന്നതിന് നന്ദി പറയുന്നു. ഇന്ന് കേട്ടതുപോലെ തന്നെ ഒരാൾക്ക് മാത്രമല്ല, അനേകർക്കും അതൊരു അനുഗ്രഹമായി തീരും. ഞങ്ങൾ അറിയുന്നവരും അറിയാത്തവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 ബ്രദർ, പറഞ്ഞോ പറഞ്ഞോ സുറേ. ബ്രദറെ, ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് വിളിക്കുവാണ്. കുറെ ദിവസങ്ങളായിട്ട് വചനങ്ങൾ കേൾക്കുന്നുണ്ട്. ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ കൂട്ടായ്മ, ഞാൻ പറയുന്നത്, നമ്മളെ ഒരുമിച്ചുള്ള കൂട്ടായ്മയിൽ നിന്ന് ഒത്തിരി പേർക്ക് രോഗസൗഖ്യങ്ങളും അതുമൊക്കെ കിട്ടുന്നു. വലിയ സന്തോഷമുണ്ട് അതിന്. പിന്നെ ഹലോ ഹലോ പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. ആ അല്ല, അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇതാണ്. പിന്നെ ഒരു ചെറിയൊരു കുഞ്ഞു റിക്വസ്റ്റ്, നമ്മൾ ദിവസം പറയുന്ന വചനത്തിനകത്തൊന്ന് എന്തെങ്കിലും ഒരു നമുക്കൊരു വചനത്തിനകത്തുള്ള എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് എങ്ങനെ അതിന് ആ ഒരു സംശയങ്ങൾ ദൂരീകരിക്കാൻ അതിന് എന്തെങ്കിലും മാർഗമുണ്ടോ? തീർച്ചയായും ബ്രദറിന് വചനം കേൾക്കുമ്പോൾ, ബ്രദർ പറഞ്ഞ പോലെ തന്നെ വചനം കേൾക്കുന്ന ബ്രദറിന് അനുഗ്രഹമാണ്. അനേക വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് കേൾക്കാൻ ഇടയായി തീർന്നു. കർത്താവിന് സ്തുതി. നമ്മൾ നടക്കുന്ന ദൈവപ്രവൃത്തി ഓരോ ദിവസവും ഇപ്പം നമ്മൾ കേട്ട് രോഗസൗഖ്യങ്ങൾ, അത് ക്യാൻസർ ആയിക്കോട്ടെ, ചെറിയ തലവേദന ആയിക്കോട്ടെ, വലിയ കാര്യമായിക്കോട്ടെ, ചെറുതോ വലുതോ എന്നുള്ളതല്ല, യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കണം. ആ സാക്ഷ്യങ്ങൾ പറയുന്നവർക്കായി സ്തുതിക്കുന്നു. പ്രിയ ഭദ്ര പറഞ്ഞ പോലെ തന്നെ സംശയങ്ങൾ എന്ത് വന്നാലും എൻ്റെ വാട്സാപ്പിൽ നമ്പറാണ്, താഴെ നമുക്കിപ്പോൾ കാണാൻ പറ്റും, ലൈവിൽ പോകുന്നവർക്ക് കാണാൻ പറ്റും, സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. നിങ്ങൾക്ക്, ഞാൻ പലപ്പോഴും നമുക്ക് ഫോണിൽ സംസാരിക്കാൻ കഴിയാത്തത് ടൈം ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ എനിക്ക് വോയിസ് റെക്കോർഡായിട്ടോ, നിങ്ങൾക്ക് സംശയങ്ങളോ, നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജുകളായിട്ടോ എങ്ങനെ വേണേലും അയക്കാം. ഇപ്പോൾ എന്ന് വചനം കേട്ടാലും എന്ത് സംശയം വന്നാലും തീർത്തിട്ടേ പോകാവുള്ളൂ. അത് തീർക്കാതെ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കും. അതായത് നമ്മുടെ മുന്നോട്ടുള്ള സംശയങ്ങൾ നമ്മൾ തീർത്ത് പോകണം, എന്നാലേ നമുക്ക് വിശ്വാസം വളരാൻ പറ്റത്തുള്ളൂ. അപ്പം ജോസഫ് എന്ന സംശയം ഉണ്ടെങ്കിൽ, ഞാൻ എന്തുകൊണ്ടാണ് ലൈവിൽ ചോദിക്കുവാൻ പറ്റാത്തത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ സംശയം ചോദിച്ചാൽ മറ്റൊരാൾക്കുമായിട്ട് സംശയമാകും. ഇപ്പോൾ വേറൊരാൾക്ക് ലൈവിൽ, നമ്മൾ ഈ മീറ്റിംഗ് നടക്കുന്നത് ഇപ്പം ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്, സൂമിൽ ചെയ്യുന്ന പോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ ലൈവ് വെക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ സംസാരിക്കാൻ വന്ന വചനം ചിലപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതായിപ്പോൾ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് നമ്മൾ ലൈവിൽ ഇങ്ങനെ കോൺവെർസേഷൻ വെക്കാത്തത്. പക്ഷേ ഇതിന് ശേഷം സംശയങ്ങൾ നിങ്ങൾ വാട്സാപ്പിൽ എനിക്ക് വ്യക്തിപരമായി ചോദിക്കുക. ആ വചനം നിങ്ങൾക്ക് ഡൗട്ടുകൾ വരുന്നുണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും അത് പ്രാർത്ഥിക്കുമ്പോഴോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. സംശയങ്ങൾ വരുമ്പം ഏത് വചനമാണോ, എവിടെയാണോ, ഏത് ഭാഗമാണോ സംശയം വന്നത്,
അത് ക്ലിയർ. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് തീർച്ചയായിട്ടും ജോസ് ബ്രദറിനും ചോദിക്കാം. ഒത്തിരി ആൾക്കാർ എനിക്കറിയാം, ഒത്തിരി ആൾക്കാർ എല്ലാ ദിവസവും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന കാര്യം, അങ്ങനെ ചോദിക്കുന്നവരുടെ ഉള്ളിൽ നമുക്കറിയാം സംശയം വരുമ്പോഴാണ് നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമുക്ക് വളരുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ എനിക്ക് വാട്സാപ്പിലേക്ക് അയക്കുക, സംശയങ്ങൾ അയക്കുക. എല്ലാ ദിവസവും സംശയം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും അയച്ചു, ഒരു കുഴപ്പമില്ല. നമുക്ക് വചനം പഠിക്കുവാനൊരു കൃപയാണ് ദൈവം സഹായിക്കുന്നത്. ജോസ് ബ്രദർ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേൾക്കുന്നുണ്ട്. അപ്പോൾ സംശയമുണ്ട്, ഓക്കെ, എനിക്ക് വാട്സാപ്പിലോട്ട് അയക്കുക. എല്ലാവരോടും ഞാൻ പറയുന്നു, ഇതിൽ വചനത്തിൽ കാണുന്നവർ നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ടുകൾ നിങ്ങൾ ചോദിക്കണം. ബ്രദർ, എനിക്ക് ആ വചനം കേട്ടപ്പോൾ അങ്ങനെ സംശയം ഉണ്ടായി, അല്ലെങ്കിൽ ഞാൻ കേട്ടതുമായിട്ട് വ്യത്യാസമുണ്ട്, ആ വചനം ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വചനത്തിലൂടെ തന്നെ പരിശുദ്ധാത്മാവ് അത് നമ്മളെ പഠിപ്പിക്കുവാൻ ഇടയായിത്തീരും. നമ്മളത് ക്ലിയർ ചെയ്ത് പോകണം. എങ്കിലേ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാത്ത ഏതെങ്കിലും ഒരു കാഴ്ചപ്പാടുകൾ ചിലപ്പോൾ ബ്ലോക്കായി കിടക്കും. ഞാനത് നാളത്തെ വചനം കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ക്ലിയർ ആകാൻ സാധ്യതയുണ്ട്. നാളെ അതൊരു അങ്ങനത്തെ ഒരു വിഷയമാണ് കർത്താവ് നാളെ തന്നിരിക്കുന്നത്. നമുക്ക് പരിചിതമായ വാക്യമാണെങ്കിലും വിശ്വാസത്തിൻ്റെയും നമ്മൾ ഒരിക്കലും അത് പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ കുറച്ചും കൂടെ ഒരു ഡെപ്തിലേക്ക് പോകുവാൻ ദൈവം നാളെ നമുക്ക് സഹായം. അപ്പം നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും നമ്മുടെ എവിടെയാണ് നമ്മൾ ബ്ലോക്കായി നിൽക്കുന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. സംശയങ്ങൾ ചോദിക്കുക, തീർച്ചയായും. മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വാസ പ്രഖ്യാപനങ്ങളെ നമുക്ക് ഏറ്റുപറയാം. കർത്താവ് അത് തരും എന്ന് കേട്ട വചനം പോലെ മനസ്സലിവുള്ള ദൈവം മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നാപാത്രമായി ഒരു കൈ നീട്ടുന്ന ഇരക്കുന്ന ഒരു വ്യക്തിയാകുവാൻ ദൈവത്തിന് ആഗ്രഹമില്ല. എൻ്റെ യേശുവിൻ്റെ ആഗ്രഹം മാനിക്കപ്പെടുത്താനാണ്. അതവൻ ചെയ്യും. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവാണ്. ഒരുമിച്ച് പ്രഖ്യാപനം